Praise the Lord. Praise the Lord. Hallelujah. सभी लोग अपने माइक को बंद करें। സ്നേഹവന്ദനം. सभी को प्रभु यीशु मसीह के नाम ഫാസ്റ്റർ അൺമ്യൂട്ട് ചെയ്യണം. ജേക്കബ് ഫാസ്റ്റർ അൺമ്യൂട്ട് ചെയ്യണം. सभी को प्रभु यीशु मसीह के नाम से मेरा प्रेम भरा नमस्कार. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മള് കഴിഞ്ഞ തിങ്കൾ ചൊവ്വായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. मैं ये विश्वास कर रहा हूँ कि हम सोमवार मंगलवार 2 दिन जो बातों को सीखे थे वो सारे बातें आप लोगों को याद होगा. സ്വയം പരിശോധിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. मैं विश्वास करता हूँ कि सब लोग अपने आप के जांच कर रहे थे. ഓക്കെ, ഇന്ന് നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഇന്ന് നമ്മൾ നടത്താനായി ഉദ്ദേശിക്കുന്നത്. 2 दिन हमने जो सीखा था उसी के आगे की ओर हम बढ़ेंगे, उसी को सीखेंगे हम. കഴിഞ്ഞ മീറ്റിംഗിൽ ഒരു സഹോദരി ചോദിച്ച ചോദ്യത്തിന്റെ ആൻസറിലേക്ക് വളരെ വിശദമായി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. पिछले दिन जो एक बहन ने एक सवाल पूछी थी, उस सवाल के उत्तर को थोड़ा और ब्यौरा के रीति में बताना मैं चाहता हूँ. ആമുഖമായി നമുക്കൊരു വാക്യം വായിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം. तो एक आयत को पढ़ेंगे, कुलुसियों की पत्री पहले अध्याय उसके 28वें आयत. जिसका प्रचार करके हम हर एक मनुष्य को चेतावनी देते हैं और सारे ज्ञान से हर एक मनुष्य को सिखाते हैं कि हम हर एक व्यक्ति को मसीह में सिद्ध करके उपस्थित करें. ഹല്ലേലൂയ. ഇവിടെ തുടങ്ങുന്നത് അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. वो ऐसा लिखा है कि जिसका प्रचार करके या जिसको हम प्रकट करके. ആരെ അറിയിക്കുന്നതിൽ നിന്നായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്? किसका प्रचार या किसको प्रकट करने में. ആരെങ്കിലും ഒരാൾ പറഞ്ഞാട്ടെ. कोई एक जन बताइए. യേശു. യെസ്, യേശു ക്രിസ്തുവിനെ അറിയിക്കുന്നതിൽ, यीशु मसीह का प्रचार करने में या उसके बारे में बताने में, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ മാത്രമാണ്. പക്ഷെ കേട്ടില്ല. അറിയിക്കുമ്പോൾ മാത്രമാണ് यीशु मसीह को हम जब യേശു ക്രിസ്തുവിനെ അറിയിക്കുമ്പോൾ മാത്രമാണ്, यीशु मसीह का जब हम प्रचार करते तब मात्र ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാൻ കഴിയുന്നത്. उस समय मात्र ही हम किसी भी मनुष्य क्यों ना हो उसको मसीह में सिद्ध बना सकते हैं. ഒരുവനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. एक व्यक्ति को यदि यीशु मसीह में सिद्ध बनाना है तो क्या क्या करना है वहां बताया गया है. അവിടെ എഴുതിയിരിക്കുന്നത് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യണമെന്നാണ്. और ऐसा लिखा है कि हर एक मनुष्य को चेतावनी देते और सारे ज्ञान से हर एक मनुष्य को सिखाते हैं.
പാസ്റ്റർ പറഞ്ഞത് കേട്ടോന്ന് ചോദിച്ചേ, ഞാൻ കേട്ടില്ല. मैंने जो बताया था आप सुन पाए थे क्या हिंदी? नहीं सुना है, कनेक्शन की प्रॉब्लम हो रहा है. एक काम करो हाँ पास्टर एक काम करना, ഒരു കാര്യം ചെയ്യ്, ഫോൺ ചെയ്ത് വീഡിയോ ഓഫ് ചെയ്യണം. हेडफोन का दिक्कत है. ഒന്നുകൂടെ ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഹെഡ്ഫോണിൽ കൂടെ പാസ്റ്റർ ഞാൻ അന്ന് സംസാരിച്ചത്. ഹെഡ്ഫോൺ ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഇപ്പം ക്ലിയർ ആണ്. ക്ലിയർ ആണല്ലേ? അപ്പൊ ഞാൻ വീഡിയോ ഓഫ് ചെയ്തു, അങ്ങനെ പോകാം. ഓക്കെ. അപ്പം ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. हर एक मनुष्य को यदि मसीह में सिद्ध बनाना है तो क्या करना है वहां लिखा है. ഒന്ന് പ്രബോധിപ്പിക്കണം. पहला ये है कि चेतावनी देना है. രണ്ടാമതായി സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കണം. दूसरी बात है कि सारे ज्ञान के साथ उनको सिखाना है. അപ്പൊ ഒന്ന് വചനമാണ് പ്രബോധിപ്പിക്കേണ്ടത്. पहले वचन से उनको चेतावनी देना है. പിന്നെ സകല ജ്ഞാനത്തോടും കൂടെ സംസാരിക്കണം, ഉപദേശിക്കണം. दूसरा सारे ज्ञान के साथ उनको सिखाना है या उपदेश देना है. അപ്പം ഇവിടെ ഈ സകല ജ്ഞാനം എന്ന് ഉദ്ദേശിക്കുന്നത് ലോകപരമായ അല്ലെങ്കിൽ മാനുഷികമായ ജ്ഞാനമല്ല, ഉയരത്തു നിന്നുള്ള ജ്ഞാനമാണ്. यहाँ जब सारे ज्ञान बताया है, ये मनुष्य की ज्ञान नहीं परंतु ऊपर से मिलने वाला स्वर्गीय ज्ञान. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. ക്രിസ്തുവിലാണ് പിന്നെ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. हमने बीते दिन में भी देखा था, यीशु मसीह में ही सारे बुद्धि और ज्ञान के भंडार छिपे हुए हैं. ആ വാക്യം ഒന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 2:3. कुलुसियों की पत्री 2 अध्याय उसके 3 आयत, जिसमें बुद्धि और ज्ञान के सारे भंडार छिपे हुए हैं. അപ്പോൾ ക്രിസ്തുവിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു എന്നാണ്. तो यहाँ ये बताया है कि यीशु मसीह में बुद्धि और ज्ञान के सारे भंडार छिपे हुए हैं. അത് വിശ്വാസികൾക്ക് മാത്രമേ വെളിപ്പെട്ട് ലഭിക്കുകയുള്ളൂ. ये केवल विश्वासियों को मात्र इसका प्रकटीकरण होता है या इसको खुलासा होता है. പക്ഷെ നമ്മളത് പ്രാപിക്കുന്നുണ്ടോ? परंतु क्या हम इस ज्ञान और बुद्धि को प्राप्त कर रहे हैं क्या? ഇതെങ്ങനെ നമുക്ക് പ്രാപിക്കാൻ കഴിയും? हम इस बात को कैसे प्राप्त कर सकते हैं? ഈ ജ്ഞാനവും പരിജ്ഞാനവും മുഴുവനും വചനത്തിലാണുള്ളത്. ये ज्ञान और बुद्धि की बातें जो यहाँ बताया, ये सब परमेश्वर के वचन में है. അതായത് ക്രിസ്തു വെളിപ്പെട്ടിരിക്കുന്ന പുതിയ നിയമത്തിൽ ആണ് ഈ ജ്ഞാനവും പരിജ്ഞാനവും ഉള്ളത്. मतलब जिस नए नियम में यीशु मसीह प्रकट हुआ है, इसी नए नियम में यीशु मसीह के मतलब स्वर्गीय बुद्धि और ज्ञान भी छिपा हुआ है. കേൾക്കാമോ? ലഗട്ടില്ല. ഇപ്പൊ കേൾക്കാം, പറഞ്ഞു. അപ്പം ഈ മറഞ്ഞിരിക്കുന്ന ജ്ഞാനവും പരിജ്ഞാനവും നമുക്ക് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ നാം വില കൊടുക്കണം. इस जो छिपे हुए बुद्धि और ज्ञान हमें प्राप्त होना है तो हमें कीमत चुकाना होगा. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാമാഭിഷേകം പ്രാപിച്ചു എന്ന് വിചാരിച്ച ഒരു സാധാരണ വിശ്വാസ ജീവിതം നയിക്കുകയാണെങ്കിൽ ഈ ജ്ഞാനവും പരിജ്ഞാനവും ഒന്നും വെളിപ്പെട്ട് കിട്ടുകയില്ല. तो ऐसा एक मतलब उद्धार पाया, बपतिस्मा प्राप्त किया और पवित्र आत्मा की अभिषेक भी प्राप्त किया, अब बाद में यूं ही एक साधारण मसीह जीवन बिता रहे तो इस बुद्धि और ज्ञान का भंडार हमें नहीं मिलेगा. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭൗതികമായ കാര്യങ്ങളെല്ലാം വളരെ ചിട്ടയോടെ ക്രമമായി നാം ചെയ്യുന്നവരാണ്. हम हमारे जीवन में इस सांसारिक जो भी हमारा कार्य है, उन कार्यों को बड़े व्यवस्थित रीति से हम करने वाले लोग हैं. നമുക്ക് ജോലി ഉണ്ടെങ്കിൽ ജോലിക്ക് കൃത്യസമയത്ത് ഓഫീസിലെത്തണം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതെല്ലാം കൃത്യസമയത്ത് തന്നെ ചെയ്തു തീർക്കുകയും വേണം.
हमें यदि कोई नौकरी है तो नौकरी की जगह में हम सही समय पर पहुंच जाते हैं। हमें जो भी कार्य सौंपा है उन कार्यों को भी हम ठीक ठाक रीति से करके भी देते हैं। പേരൻസ് ആയിരിക്കുന്നവർ അവരവരുടെ ജോലി കൃത്യമായി നിർവഹിച്ചേ മതിയാവുകയുള്ളൂ. जो माता पिताएं हैं उनको तो अपना कार्य को बड़े व्यवस्थित रीति से और ठीक ठाक रीति से करना ही होता है. സഹോദരിമാരാണെങ്കിൽ കുക്ക് ചെയ്യണം, കൃത്യസമയത്ത് ഭക്ഷണം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കണം. यदि बहन लोग हैं, महिला लोग हैं तो वे सही समय पर भोजन वगैरह पका के सबको देना पड़ता है. ചുരുക്കം പറഞ്ഞാൽ ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി ചെയ്യാൻ നമ്മള് താല്പര്യപ്പെടുന്നവരാണ്. तो एक रीति से बताया तो हम इस संसार में जो भी कार्यों को करना है उन सारे कार्यों को बड़े व्यवस्थित रीति से सही करने के लिए हम तत्पर रहते हैं. നമുക്ക് ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് വ്യക്തമായി നമ്മൾ തിരിച്ചറിഞ്ഞവരാണ്. അത് നന്നായി നമ്മൾ നിർവഹിക്കുന്നുമുണ്ട്. तो हमें एक एक व्यक्ति के पास एक एक जिम्मेदारी है. उन जिम्मेदारियों को हम जानते भी हैं, उन जिम्मेदारियों को अच्छी रीति से निभा भी रहे हैं. എന്നാൽ ആത്മീയ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? परंतु आत्मिक जीवन में हमारी कोई जिम्मेदारी है क्या? അതോ ഒരു എല്ലാരും വിശ്വാസികളാണ്, ഞാനും വിശ്വാസിയാണെന്നുള്ള രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോയാൽ മതിയോ? या सब लोग विश्वासी हैं, मैं भी एक विश्वासी हूं, तो ऐसे ही जीवन बिताना काफी है, ये ठीक है क्या? അത് മാത്രം പോരാ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. मेरी समझ ये है कि इतना काफी नहीं है. ഞാൻ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. मैं शुरू से ये बता रहा हूं कि मेरे प्रति परमेश्वर की इच्छा क्या है, इस बात को हमें जानना है. അതായത് കോളിംഗ് എന്താണ് നമ്മൾ മനസ്സിലാക്കണം. हमारी बुलाहट क्या है, इसको समझना है. വിശ്വാസ ജീവിതം വളരാനുള്ളതാണ്. ये विश्वास का जो जीवन है ये बढ़ने के लिए है. നമ്മെ രക്ഷിച്ച ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനവും പരിജ്ഞാനവും പ്രാപിച്ചു വളരാനുള്ളതാണ്. हमें जो परमेश्वर ने उद्धार दिया उस परमेश्वर की पहचान को प्राप्त करके उस पहचान में हमें बढ़ना है. എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തെ നമ്മൾ കൂടുതൽ അടുത്തറിഞ്ഞ് ജീവിക്കാനുള്ളതാണ് വിശ്വാസ ജീവിതം. इसका मतलब है कि ये विश्वास जीवन ऐसा जीवन है हमारे परमेश्वर को बड़े घनिष्ठता से, निकटता से जानकर आगे बढ़ने वाला एक जीवन है. അങ്ങനെ ഒരു ആത്മീയ പക്വതയിലേക്ക് നാം എപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കണം. उस रीति से हमें एक आत्मिक परिपक्वता की ओर बढ़ते रहना है. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ക്രിസ്തു നമുക്ക് വ്യക്തിപരമായി വെളിപ്പെടണമെന്ന്. मैंने बीते दिन भी बताया था कि यीशु मसीह हमें व्यक्तिगत रीति से प्रकट होना है. പത്രോസിനും യാക്കോബിനും യൂദായ്ക്കും ഒക്കെ വെളിപ്പെട്ടത് എങ്ങനെയാണെന്ന് നമ്മൾ അന്ന് പഠിച്ചായിരുന്നു. हमने बीते दिन ये सीखा था कि पतरस को, याकूब को और यहूदा को यीशु मसीह किस रीति से प्रकट हुआ था. ഇന്ന് നമ്മൾ പൗലോസിന് വെളിപ്പെട്ട കാര്യമാണ് കൂടുതലായി പഠിക്കാൻ പോകുന്നത്. आज हम जो यीशु मसीह पौलुस के लिए जो प्रकट हुआ था उसके बारे में हम थोड़ा गहन रीति से सीखेंगे. അതിനുശേഷം ഓരോ വിശ്വാസിയിലും ക്രിസ്തു ഉരുവാകണമെന്നുള്ള വിഷയം നാം പഠിക്കാൻ പോവുകയാണ്. उसके बाद हम ये सीखने जा रहे हैं कि एक एक विश्वासी में भी यीशु मसीह का रूप बनना है. അതിലേക്ക് പോകുന്നതിന് മുമ്പ് കൊലോസ്യ ലേഖനം 2:4 വാക്യം ഒന്ന് വായിക്കാം. उसके पहले हम पढ़ेंगे कुलुस्सियों की पत्री 2 अध्याय उसके 4 आयत. यह मैं इसलिए कहता हूं कि कोई मनुष्य तुम्हें लुभाने वाले बातों से धोखा ना दे. പറയുന്നത്, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ऐसा लिखा है कि कोई भी तुम्हें लुभाने वाले बातों से धोखा ना दे, इसलिए मैंने इन बातों को आपको बता दिया है. ആത്മീയ ജീവിതത്തിൽ ധാരാളം ചതിക്കുഴികളുണ്ട്. आत्मिक जीवन में बहुत सारे ऐसे धोखे का जगह है. പലരും ഈ വശീകരണ വാക്കുകൾ
പറഞ്ഞാണ് പലരെയും ഈ ചതിയിൽ വീഴ്ത്തുന്നത്. बहुत सारे लोग ऐसे लुभाने वाले बातें कहते हुए हमें इस ठगते हैं या धोखे में डालते हैं. നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഉത്തരാഖണ്ഡ് പോലെ സ്ഥലങ്ങളിലൊക്കെ അത് കുറവായിരിക്കും. उत्तर भारत में विशेष करके उत्तराखंड जैसे जगहों में ये कम हो सकता है शायद. എന്നാൽ സൗത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെ ചതിവിൽ പെടുത്തുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. परंतु जो दक्षिण भारत की ओर ऐसे ठगने वाले, आत्मिक रीति से ठगने वाले बहुत सारे बढ़ते ही जा रहे हैं उनकी संख्या. അപ്പോൾ വശീകരണ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ പൗലോസ് എന്താണ് പറയുന്നത്? जो कोई भी आपको लुभाने वाले बातों से आत्मिक रीति से ठगे नहीं, इसके लिए पौलुस यहाँ क्या बता रहा है? അത് നമ്മളെ കൊലോസ്യർ 2:2 നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നത്. हमें बीते दिन भी सीखा था. कुलुसियों की पत्री 2 अध्याय उसके 2 आयत में लिखा है, ताकि उनके मनों ഞാൻ പറയാം പാസ്റ്ററെ, അതായത് ദൈവമർമ്മമായ ക്രിസ്തു നമ്മുടെ മർമ്മമായി മാറണം. ये कि यीशु मसीह जो परमेश्वर का भेद है, वो भेद हमारा भी भेद होना है. മലയാളത്തിൽ ക്രിസ്തു എന്ന ദൈവമർമ്മത്തെ കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകപൂർണ്ണതയുടെ സമ്പത്തും പ്രാപിക്കണമെന്നാണ് तो वहां ऐसे लिखा है कि जो या पूरी समझ का सारा धन प्राप्त करें और परमेश्वर पिता के भेद को अर्थात मसीह को पहचान ले. അവിടെ സമ്പത്ത് എന്നൊരു വാക്ക് ശ്രദ്ധിച്ചായിരുന്നോ? ധനം. यहाँ लिखा है कि धन. ഓക്കെ, അപ്പോൾ ദൈവമർമ്മമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ വളരണം. पहले हमें यीशु मसीह जो परमेश्वर पिता का भेद है उसके पहचान में बढ़ना है. അതോടൊപ്പം തന്നെ ഈ ദൈവമർമ്മമായ ക്രിസ്തു നമ്മുടെ സമ്പത്തായി മാറുകയും വേണം. उसी के साथ साथ यीशु मसीह जो परमेश्वर का भेद है, ये मसीह मेरा और आपका धन बनना है. ക്രിസ്തു ദൈവമർമ്മമാണെന്നുള്ള വ്യക്തമായ ബോധ്യം നാം പ്രാപിക്കണം. यीशु परमेश्वर का भेद है, ये पूर्ण समझ हमें प्राप्त करना है. അത് പക്ഷെ കേൾക്കുന്നില്ല. അത് വ്യക്തിപരമായ കോൺഫിഡൻസ് ഹലോ ഹലോ പക്ഷെ കേട്ടില്ല. കേട്ടില്ലായിരുന്നല്ലേ? ഓക്കെ, അപ്പോൾ ദൈവമർമ്മമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മൾ പ്രാപിക്കണം. सबसे पहले यीशु मसीह जो परमेश्वर का भेद है उसका पहचान हमें प्राप्त करना है. അതോടൊപ്പം തന്നെ ദൈവമർമ്മമായ ക്രിസ്തു നമ്മുടെ സമ്പത്താണെന്നുള്ള ബോധ്യവും നമ്മൾ പ്രാപിക്കണം. उसी के साथ साथ परमेश्वर का भेद मसीह हमारा धन है, ये समझ को भी हमें प्राप्त करना है. വ്യക്തമായ ഒരു ഉറപ്പ് നമ്മൾ വ്യക്തിപരമായി പ്രാപിക്കണം. हमारे व्यक्तिगत जीवन में ऐसा एक आश्वासन को हमें प्राप्त करना है. യഥാർത്ഥത്തിൽ ഇതായിരിക്കണം നമ്മുടെ സമ്പത്ത്. सच में ये यीशु ही हमारा धन बनना है. നമ്മൾ ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ ആത്മീയ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. एक एक साल जैसे बीतते जाता है, जैसे बीतेंगे तब तैसे तैसे हमारे आत्मिक धन बढ़ते जाना है. അപ്പോൾ ആത്മീയമായ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ.
उस रीति से आत्मिक धन है यदि हमारा बढ़ता ही रहता है तो तब मात्र ही हम दूसरों को भी वो दे सकते हैं। ഭൗതിക സമ്പത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ലേ നമ്മൾ കണ്ടുവരുന്നത്. तो भौतिक मतलब सांसारिक जो धन संपत्ति है उसके बाद पे ऐसे ही हम देखते हैं ना. നമ്മുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ധാരാളം പൈസ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കും. हमारी सारे जरूरतें पूरे होने के बाद भी हमारे पास बहुतायत से पैसा है तो हम दूसरों को भी देते हैं. കഷ്ടിച്ച് കഴിഞ്ഞുകൂടാനുള്ള വരുമാനമേ നമുക്കുള്ളെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയുമോ? सिर्फ हमारी रोजी रोटी का मात्र हमारे पास पैसा है तो हम दूसरों को भी देंगे क्या? അതുപോലെ തന്നെ പരിമിതമായ ആത്മീയ കാഴ്ചപ്പാടെ ആത്മീയമായ പരിജ്ഞാനമേ നമുക്കുള്ളൂവെങ്കിൽ ആർക്കും ഒന്നും കൊടുക്കാൻ കഴിയത്തില്ല. उसी रीति से हमारे जीवन में भी एक सीमित आत्मिक नजरिया और आत्मिक धन सीमित ही हमारे पास है तो हम भी किसी को नहीं दे पाएंगे. ഈ അപ്പോൾ ആത്മീയ സമ്പത്ത് നമ്മളിൽ ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കണം. हमारे ये जीवन में ये आत्मिक धन प्रति वर्ष मतलब एक एक साल बीतता है वो उस रीति से बढ़ते ही जाना है. ഇല്ല കേട്ടില്ല सर. ആ പാസ് മുമ്പേ പറഞ്ഞ സെന്റൻസ് എല്ലാവരും കേട്ടോന്ന് ചോദിച്ചേ. मैंने पहले जो अभी हिंदी में जो बताया था आप लोगों ने सुन पाए थे क्या? Yes. ഓക്കെ കേട്ടു. അപ്പോഴ ഈ ആത്മീയ സമ്പത്ത് പരിശുദ്ധാത്മാവിൽ കൂടിയാണ് നാം പ്രാപിക്കേണ്ടത്. इस आत्मिक धन को हमें पवित्र आत्मा के द्वारा प्राप्त करना है. നമ്മുടെ ബുദ്ധി കൊണ്ട് കഴിവുകൊണ്ട് എത്ര ശ്രമിച്ചാലും ആത്മീയ സമ്പത്ത് നമുക്ക് പ്രാപിക്കാൻ സാധ്യമല്ല. हम अपने बुद्धि और अपनी क्षमता से कितने भी कोशिश करें इस आत्मिक धन को हम प्राप्त नहीं कर पाएंगे. ഹലോ കേട്ടോ? ഇല്ല. ഓക്കെ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നാം വചനം പഠിക്കുമ്പോൾ ഈ ആത്മീയ സമ്പത്ത് നമുക്ക് അല്പാൽപമായി വെളിപ്പെട്ട് ലഭിക്കും. जब हम पवित्र आत्मा में भरपूर होकर वचन को हम सीखते हैं पढ़ते हैं तब हमें ये आत्मिक धन धीरे धीरे मिलते जाता है. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണമെങ്കിൽ നാം പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ജീവിക്കണം. पवित्र आत्मा से परिपूर्ण होना मतलब पवित्र आत्मा से परिपूर्ण होकर जीवन बिताना है तो पवित्र आत्मा की अधीनता में हमें जीवन बिताना है. അതോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമുക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ നമ്മുടെ സൊസൈറ്റി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിലാണോ നമ്മൾ ജീവിക്കുന്നത്? तो मैंने बीते दिन भी जैसे बताया हमें पता है कैसे जीवन बिताना क्योंकि हमारा समूह हमारे समुदाय ने हमें सिखाया है कि कैसे जीवन बिताना है. वैसे जीवन बिताते हैं या पवित्र आत्मा जिस रीति से हमें बताता उस रीति से हम जीवन बिताते हैं. ഈ പറഞ്ഞിരിക്കുന്ന ആത്മീയ സമ്പത്ത് മുഴുവൻ വചനത്തിലാണുള്ളത്. यहाँ बताया गया सारे आत्मिक धन परमेश्वर के वचन में ही है. അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. इन बातों को पवित्र आत्मा ही हमें प्रकट करता है. വായിക്കാം 1 കൊരിന്ത്യർ 2:10. पहले कुरिन्थियों की पत्री 2 अध्याय और उसका 10वें आयत को पढ़ेंगे. परंतु परमेश्वर ने उनको अपने आत्मा के द्वारा हम पर
प्रकट किया, क्योंकि आत्मा सब बातें वरन परमेश्वर की गूढ़ बातें भी जांचता है। നമുക്കോ ദൈവത്തിന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. पवित्र आत्मा के द्वारा हम पर प्रकट किया है। എന്നിട്ട് പറയുകയാണ് ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നുവെന്ന്. उसके बाद लिखा है कि क्योंकि आत्मा सब बातें वरन परमेश्वर की गूढ़ बातें भी जांचता है। അപ്പോൾ ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. यहाँ ये लिखा है कि पवित्र आत्मा सब बातों को वरन परमेश्वर की गूढ़ बातों को भी जांचता रहता है। നമുക്കറിയാം രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നുവെന്ന്. हम ये जानते हैं कि जब से हमारा उद्धार हुआ है उस पल से पवित्र आत्मा हमारे भीतर वास करता है। അപ്പോൾ നമ്മിൽ വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായി. तो उस रीति से पवित्र आत्मा हम में वास करते हुए परमेश्वर के सारे गूढ़ बातों को जांचता रहता है। ഇത് ആർക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്? इन बातों को मतलब किस व्यक्ति के लिए ये सारी बातों को पवित्र आत्मा जांच रही है? ആർക്കെങ്കിലും ഒരാൾക്ക് പറയാമോ അത് ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന്? कोई एक बता सकते हैं कि पवित्र आत्मा इन बातों को किसके लिए जांच रही है? ആരെങ്കിലും ഒരാൾ പറഞ്ഞാട്ടെ ആർക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്? कोई एक जन बताए कि पवित्र आत्मा ये कार्य मतलब ये जांचने का कार्य किसके लिए कर रहा है? परमेश्वर की गूढ़ बातों को जांचने की कार्य किसके लिए कर रही है? हमारे लिए। जी തീർച്ചയായിട്ടും അതെ നമുക്ക് വേണ്ടി തന്നെയാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നത്. सही में परमेश्वर पवित्र आत्मा हम में वास करते हुए हमारे लिए ही परमेश्वर की गूढ़ बातों को जांचती है। പക്ഷെ നമ്മൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ? परंतु हम इन बातों को जान पा रहे हैं क्या? समझ रहे हैं क्या? പറഞ്ഞാട്ടെ आप लोग बताइए। पवित्र आत्मा हमारे में रहकर इन बातों को जांच रही है, परंतु ये बातों को हम समझ पा रहे हैं क्या? നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. हम इन बातों को जान ही नहीं पा रहे हैं। നമ്മൾ വലിയ തിരക്കുള്ളവരാണ്. हम बड़े व्यस्त लोग हैं। ഓർക്കണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മിൽ വസിച്ചുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള ആഴങ്ങളെ നിരന്തരം ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത്. इस बात को स्मरण रखना है कि परमेश्वर की आत्मा हम में वास करते हुए परमेश्वर की गूढ़ बातों की जांच कर रहा है। പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. पवित्र आत्मा इस कार्य को हमारे लिए ही कर रही है। ദൈവത്തിന്റെ ആഴങ്ങളെ ആരായുക എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള ജ്ഞാനവും പരിജ്ഞാനവും നമ്മിലേക്ക് പകരുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യുന്നത്. परमेश्वर की गूढ़ बातों को जांचने का मतलब है परमेश्वर में जो बुद्धि और ज्ञान है हमें प्रदान करने के लिए ये बात कर रही है। അതുമാത്രവുമല്ല ദൈവം ആരാണെന്നുള്ള വ്യക്തിപരമായ ആഴമേറിയ അറിവ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. तो इतने मात्र नहीं है, परमेश्वर कौन है एक गहरे ज्ञान हमें समझ हमें मिल भी जाती है। ഇന്ന് വിശ്വാസകോളത്തിൽ നോക്കിയാൽ ധാരാളം ആൾക്കാരെ കാണാൻ കഴിയും ദൈവഭയം ഇല്ലാത്തവരെ. इन दिनों में हम मसीहों के बीच में यदि देखेंगे, विश्वासियों के बीच में देखेंगे तो परमेश्वर का भय ना रखने वाले अधिकांश लोगों को हम देख पाते हैं। ദൈവഭയമില്ലാത്തതിന്റെ ഒരു കാരണം നമ്മെ രക്ഷിച്ച് വിടുവിച്ച് നടത്തുന്ന ദൈവത്തെ അടുത്തറിയാത്തത് കൊണ്ടാണ്. परमेश्वर का भय
कई लोगों में इसलिए नहीं है कि जिस परमेश्वर ने हमें उद्धार दिया, छुड़ाया, उस परमेश्वर के ज्ञान या उस परमेश्वर को हम पहचानते नहीं हैं। വായിക്കാം എബ്രായ ലേഖനം 12-ാം അധ്യായം इब्रानियों की पत्री उसके 12वें अध्याय में आएंगे। 12-ന്റെ 28-29 12वें अध्याय का വായിച്ചാൽ മതി. പറഞ്ഞോ. ഞാൻ വായിച്ചിട്ട് പിന്നെ വാസന്തിയിൽ അങ്ങ് പറഞ്ഞാൽ മതി. ओके। അപ്പോൾ എബ്രായ ലേഖനം 12-ന്റെ 28-29 इब्रानियों की पत्री उसका 12वें अध्याय उसके 28 और 29। ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് इस कारण हम ना हिलने वाले एक राज्य को प्राप्त करेंगे। നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദമാകുമാറ് हम धन्यवाद के साथ परमेश्वर को प्रसन्न करने वाले होने के लिए ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. भक्ति और भय सहित परमेश्वर की सेवा करें, आराधना करें, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. क्योंकि हमारा परमेश्वर भस्म करने वाली आग है। ഹല്ലേലൂയ. हालेलुया। നമ്മുടെ ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്, കരുതുന്ന ദൈവമാണ്, പരിപാലിക്കുന്ന ദൈവമാണ്. हमारी परमेश्वर प्रेम करने वाला परमेश्वर है, हमारी सुधि रखने वाला परमेश्वर है, हमारे ऊपर करुणा करने वाला परमेश्वर है। അതോടൊപ്പം തന്നെ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയും കൂടെയാണ്. उसी के साथ साथ हमारा परमेश्वर भस्म करने वाली आग भी है। അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നാം ഈ ദൈവത്തിന്റെ മക്കളായി തീർന്നതിന് ശേഷം പഴയ പോലെ ഒരു ജീവിതം നയിക്കരുത്. इसलिए मुझे सुनने वालों से मैं ये कहता हूं कि एक बार हम परमेश्वर के संतान बनने के बाद हमें पुराने जैसे जीवन नहीं बिताना है। ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം അനുസരിക്കേണ്ട ഒരു പ്രമാണം നമ്മുടെ കയ്യിൽ എഴുതി തന്നിട്ടുണ്ട്. इस संसार में रहते समय कैसे जीवन बिताना है उसके बारे में एक नियम लिख के हमारे हाथ में दिया गया है। ആ വചനപ്രകാരം മാത്രം ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. इस वचनों के अनुसार मात्र जीने के लिए बुलाए गए लोग हैं हम। അതുകൊണ്ട് വചനത്തിന് വളരെയധികം പ്രാധാന്യം നാം കൊടുക്കേണ്ടിയിരിക്കുന്നു. इसलिए इस परमेश्वर के वचन को बहुत ज्यादा महत्व हमें देना है। പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. हम पहले दिन से यही बताते आ रहे हैं कि एक व्यक्ति यदि यीशु मसीह में है तो वो नई सृष्टि है। ക്രിസ്തുവിലായവർക്ക് മാത്രമേ പുതിയ സൃഷ്ടിയാകാൻ കഴിയത്തുള്ളൂ. जो मसीह में है वो व्यक्ति मात्र नई सृष्टि बन सकता है। അങ്ങനെ പുതിയ സൃഷ്ടിയായവൻ ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയിലാണ് ഇനി ജീവിക്കേണ്ടത്. उस रीति से जो नई सृष्टि बन गया है वो यीशु मसीह में या यीशु मसीह के संगति में रहना है। തന്റെ രക്ഷിതാവായ ക്രിസ്തുവിൽ അവൻ വേരൂന്നേണ്ടവനാണ്. और अपने उद्धारकर्ता यीशु मसीह में वो उसको जड़ पकड़ना है। ക്രിസ്തുവാകുന്ന ഉറപ്പുള്ള പാറയിൽ അവൻ ഉറയ്ക്കേണ്ടവനാണ്. और यीशु मसीह नामक उस चट्टान पर उसको दृढ़ बनना है। അങ്ങനെ വേരൂന്നി ഉറയ്ക്കുമ്പോൾ മാത്രമാണ് അവന് ക്രിസ്തുവിൽ വളരാൻ കഴിയുന്നത്. उस रीति से जड़ पकड़ के जब बढ़ता है तब मात्र वो मसीह में बढ़ पाता है। അങ്ങനെ വളരുന്ന അവസരങ്ങളിൽ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ലഭിച്ചുകൊണ്ടേയിരിക്കും. उस रीति से जब हम बढ़ते जाते हैं तब यीशु मसीह की पहचान भी हमें मिलती जाती है। വ്യക്തിപരമായി ക്രിസ്തു ആരെന്ന് നമുക്ക് വെളിപ്പെട്ടിരിക്കും. और व्यक्तिगत रीति से मसीह कौन है ये प्रकाशन हमें मिल जाएगी। പൗലോസിന് ഈ വെളിപ്പാട് വ്യക്തിപരമായി ലഭിച്ചതാണ്. और पौलुस को ये प्रकाशन व्यक्तिगत रीति से स्पष्ट रीति से मिला था। അല്പം പോലും സംശയം ഇല്ലാതെ തന്നെ വ്യക്തമായി വെളിപ്പെട്ട് ലഭിച്ചതാണ്. तो कहीं भी संदेह नहीं है, उस रीति से स्पष्ट रीति से ये प्रकाशन पौलुस को मिला था.
തനിക്ക് യഹൂദ മതത്തോട് എത്രത്തോളം തീക്ഷ്ണത ഉണ്ടായിരുന്നുവോ वो यहूदी मत के प्रति, धर्म के प्रति कितना तीव्रता रखता था, ആ തീക്ഷ്ണത മുഴുവനും ക്രിസ്തുവിന് വേണ്ടി പൗലോസ് ചെലവഴിക്കുകയാണ്. वही तीव्र था वो यीशु मसीह के लिए भी रखता है, उस रीति से वो कार्य करता है. കാരണം അത്ര വ്യക്തമായി പൗലോസിന് ക്രിസ്തു വെളിപ്പാട് ലഭിച്ചു. क्योंकि उतने स्पष्ट रीति से मसीह का प्रकाशन पौलुस को मिला था. വായിക്കാം ഗലാത്യ ലേഖനം 1-ാം അധ്യായം 15-16 വാക്യങ്ങൾ. गलातियों की पत्री पहले अध्याय उसका 15 और 16वें आयत को हम पढ़ेंगे. ഞാൻ വായിക്കാം പാസ്റ്റർ, എന്നിട്ട് പാസ്റ്റർ ഹിന്ദി പറഞ്ഞാൽ മതി. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് परंतु जिसने मेरी माता के गर्भ से ही मुझे ठहराया, തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം अपने अनुग्रह से मुझे बुलाया हुआ परमेश्वर, തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് अपने पुत्र के सुसमाचार को मैं अन्य जातियों में प्रचार करूं या सुनाऊं, അവനെ എന്നിൽ വെളിപ്പെടുത്താൻ പ്രസാദിച്ചപ്പോൾ तब अपने पुत्र को मुझ में प्रकट करने के लिए जब इच्छा हुई, ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോയി. मैंने मांस और लहू से सलाह लिए बिना मैं अरब देश की ओर चला गया. അപ്പോൾ വളരെ വ്യക്തമായി പൗലോസ് തനിക്ക് ലഭിച്ച വെളിപ്പാടിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുകയാണ്. पौलुस को जो दर्शन मिला था या जो प्रकाशन मिला था उसके बारे में वो स्पष्ट रीति से यहाँ लिख रहा है. 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. पहले अध्याय उसके 11वें आयत में भी हम ऐसा पढ़ते हैं. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. हे भाइयों, मैं तुम्हें बता देता हूं कि जो सुसमाचार मैंने सुनाया है वो मनुष्य का नहीं, അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. क्योंकि वह मुझे मनुष्य की ओर से नहीं पहुंचा और मुझे ना सिखाया गया, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. और यीशु मसीह के प्रकाशन से मिला. ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു പൗലോസിന്റെ ജീവിതത്തിൽ. पौलुस के जीवन में दो बातें घटित हुई. പിതാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ പൗലോസിന് വ്യക്തിപരമായി വെളിപ്പെടുത്തി കൊടുത്തു, കാണിച്ചു കൊടുത്തു. पिता परमेश्वर ने अपने पुत्र यीशु मसीह को पौलुस को प्रकट किया. എന്നിട്ട് ഈ വെളിപ്പാടിൽ കൂടി തന്നെ ഈ സുവിശേഷം പൗലോസിന് കൈമാറി. उसी के साथ साथ उस प्रकाशन या प्रकटीकरण के द्वारा ही सुसमाचार को भी पौलुस को सौंपा गया. തനിക്ക് ലഭിച്ചതെല്ലാം താൻ ലേഖനങ്ങൾ എഴുതി സഭകൾക്ക് അയച്ചത് നമ്മുടെ കൈവശമുണ്ട്. तो पौलुस को जो कुछ भी मिला था उन बातों को पौलुस ने पत्रियों के द्वारा लिखा. ये बातें आज हमारे हाथों में भी हैं. ഇതൊക്കെ നാം വായിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. मैं विश्वास करता हूं कि हम सब इन पत्रियों को पढ़ते हैं. പക്ഷെ നമുക്ക് ഒരിക്കലെങ്കിലും ഈ ക്രിസ്തു വെളിപ്പാട് വ്യക്തിപരമായി ലഭിച്ചിട്ടുണ്ടോ? परंतु हमारे लिए कभी भी ये यीशु मसीह का प्रकाशन व्यक्तिगत रीति से मिला है क्या? വിശ്വാസ ജീവിതത്തിൽ വന്നതിന് ശേഷം നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ താല്പര്യങ്ങൾ മാറിയിട്ടുണ്ടോ? विश्वास के जीवन या मसीहत में आने के बाद हमारी नजरिया और हमारी चाहत में कोई बदलावट आया है क्या? നമ്മുടെ ഫോക്കസ് മാറിയിട്ടുണ്ടോ? हमारा जो फोकस, हमारा ध्यान कहीं बदला है क्या? ഈ വെളിപ്പാട് നമ്മൾ പ്രാപിച്ചിട്ടില്ല എന്നാണ്. ആദ്യത്തെ കേട്ടില്ല. കേട്ടോ പ്രശ്നം? ആദ്യത്തെ കേട്ടില്ല. ലഭിച്ചിട്ടില്ല.
ഓക്കെ, അങ്ങനെ നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിയിട്ടില്ലെങ്കിൽ അത് കാണിക്കുന്നത് നമുക്ക് വ്യക്തിപരമായി ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല എന്നാണ്. तो ऐसा हमारा नजरिया या चाहत नहीं बदला है, तो ये एक स्पष्ट सबूत है कि हमें यीशु मसीह का एक व्यक्तिगत प्रकटीकरण नहीं मिला है. അങ്ങനെ ലഭിച്ചിട്ടില്ലാത്തവർ നിരാശപ്പെടേണ്ട കാര്യമില്ല. ऐसे यदि किसी को वो प्रकाशन नहीं मिला है तो निराश नहीं होना है. ഇന്നു മുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. आज से बड़े चाहत के साथ प्रार्थना करें. बस കർത്താവെ, അങ്ങ് എനിക്ക് വ്യക്തിപരമായി ഒന്ന് വെളിപ്പെട്ട് ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. आज से ये चाहत के साथ कि प्रभु मुझे व्यक्तिगत रीति से आप प्रकट हो, ये चाहत के साथ प्रार्थना करना शुरू करना है. ഞാൻ നേരത്തെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആഴങ്ങളെ ആരായുന്നുവെന്ന്. मैंने पहले भी बताया कि पवित्र आत्मा हम में वास करते हुए परमेश्वर की गूढ़ बातों को जांचता है. പക്ഷെ നാം ഇതൊന്നും അറിയുന്നില്ല, അറിയാതെ തന്നെ വിശ്വാസികളായി ജീവിക്കുന്നു. परंतु हम इन बातों को जाने बिना ही विश्वासी के रीति में जीवन बिता रहे हैं. അതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇന്നു മുതൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. उसमें एक बदलावट होना है तो आज से ही पवित्र आत्मा से प्रार्थना करें. പരിശുദ്ധാത്മാവെ, അങ്ങ് ആരായുന്ന ദൈവത്തിന്റെ ആഴങ്ങളെ എനിക്ക് ഒന്ന് വെളിപ്പെടുത്തണമേ എന്ന്. पवित्र आत्मा, आप जिस परमेश्वर का गूढ़ बातों को जानते हैं, उस परमेश्वर को मुझे भी प्रकट करें, ऐसा प्रार्थना करें. അങ്ങനെ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ പോരാ, ഒരു ദിവസം പല പ്രാവശ്യം നമ്മൾ ആ പ്രാർത്ഥന, ആ ആവശ്യം പരിശുദ്ധാത്മാവിനോട് പറയണം. तो एक बार ऐसा प्रार्थना किया तो काफी नहीं है, एक ही दिन कई बार इस प्रार्थना को पवित्र आत्मा के पास पहुंचाना है, पवित्र आत्मा में प्रार्थना करना है. നമ്മുടെ ആഗ്രഹം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. हमारी चाहत को हम लगातार बोलते रहना है. നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ചിന്തകളെ തിരിച്ചറിയും. तो ऐसे जब हम सोचते हैं उस समय भी पवित्र आत्मा हमारी सोच को भी समझ लेगा. അങ്ങനെ നമ്മൾ വളരെയധികം താല്പര്യമുള്ളവരായി മാറുമ്പോൾ പരിശുദ്ധാത്മാവ് ചെറുതായി ഈ ഡോറൊക്കെ ഒന്ന് തുറന്നു തരും. जब हमारे अंदर ये चाहत बहुतायत से होती है, तब पवित्र आत्मा धीरे धीरे उस दरवाजे को थोड़ा हमारे लिए खोल के देगा. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കും. तो वो चीज हमारे जीवन में बड़ा बदलावट के लिए एक मार्ग बन जाएगी. നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലും നാം ക്രമീകരിക്കേണ്ട വിഷയങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. तो उस समय हमारे जीवन में जिन बातों को हमें ठीक करना है, ऐसे बहुत सारे पहलुओं को पवित्र आत्मा हमारे जीवन में प्रकट करेंगे. സാമ്പത്തിക ഇടപാടുകളിൽ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുകയോ ആരോടെങ്കിലും വാങ്ങിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പറ്റിപ്പോയ പാകപ്പിഴകളൊക്കെ ദൈവാത്മാവ് വെളിപ്പെടുത്തി തരും. यहाँ तक यदि हमने किसी से आर्थिक कोई लेन देन किया है, उसमें किसी भी रीति का गड़बड़ी है, उन बातों को भी पवित्र आत्मा हमें प्रकट करेंगे. ആരോടെങ്കിലും ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയും, പോയി ക്ഷമ ചോദിക്കാൻ പറയും. और किसी से भी माफी मांगना है, ऐसा है तो पवित्र आत्मा हमें बताएंगे कि जाके ऐसे व्यक्ति से माफी मांगो. ചിലരോടൊക്കെ ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കുകയാണ്. कुछ लोगों से पवित्र आत्मा बड़े स्पष्ट रीति से अभी बातें कर रहे हैं. ആ വിഷയത്തിൽ നമ്മുടെ ഭാഗത്തായിരിക്കും ന്യായവും നീതിയും. हो सकता है उस विषय में सारा जो न्याय हमारी ओर ही हो सकते हैं. അങ്ങനെയാണെങ്കിൽ തന്നെയും പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ പോയി ആ വ്യക്തിയോട് ക്ഷമ ചോദിക്കണം. ऐसे होने के बावजूद भी हमारे में न्याय होने के बावजूद भी पवित्र आत्मा यदि कहता है कि किसी से जाकर माफी मांगो, तो हमें जाकर माफी मांगना है. ആരുടെടുത്തെങ്കിലും പൈസ കടം വാങ്ങിയിട്ട് പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ പോയി ആ വ്യക്തിയോട് ക്ഷമ ചോദിക്കണം. यदि किसी से भी पैसा कर्ज लेकर समय पर यदि हम लौटा नहीं पाए हैं, तो उस व्यक्ति के पास जाकर उस विषय के लिए हमें माफी मांगना है. പറയണം, എനിക്ക് അല്പം കൂടെ സമയം വേണം, എന്റെ കയ്യിൽ പൈസ കിട്ടുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു തരാമെന്ന് പറയണം. उनके पास जाकर कहना है कि
मेरे लिए और थोड़ा मोहलत दे, जब मुझे पैसा मिल जाएगा मैं आकर आपकी कर्ज को चुका दूंगा। ആരെങ്കിലും പാവപ്പെട്ട വ്യക്തികൾ നമ്മുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വിശ്വാസികളാണെങ്കിൽ ഞാൻ പഠിച്ചത് ഒരു കാരണവശാലും തിരികെ ചോദിക്കരുതെന്നാണ്. तो मैंने जो सीखा है, यदि ये है कि यदि कोई गरीब विश्वासी, कंगाल विश्वासी आपसे पैसा लिया है तो वो पैसे को वापस नहीं मांगना है. തിരിച്ചു തരാമെന്നുള്ള ഉറപ്പിന്മേലാണ് വാങ്ങിച്ചിട്ടുള്ളെങ്കിലും വിശ്വാസികളാണെങ്കിൽ നമ്മൾ തിരിച്ചു ചോദിക്കാൻ പാടില്ല. वापस लौटाएंगे ऐसा एक बात पर ही आपने पैसा दिया था, उसके बावजूद भी आप उस पैसे को वापस मांगना नहीं है. അവർ തിരിച്ചു തരുന്നെങ്കിൽ തിരിച്ചു തരട്ടെ. यदि वे वापस लौटा रहे तो लौटाने दो. അങ്ങനെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കുക. तो ऐसे मेरे आवाज को सुनने वाले कोई भी इस विषय पर किसी को भी परेशान कर रहे हैं तो आज प्रभु की उपस्थिति में उस विषय पर आप उन बातों को त्यागे और परमेश्वर की उपस्थिति में आप मन फिराए या ठीक हो जाए. ഇങ്ങനെ ക്രമീകരിക്കപ്പെടേണ്ട മേഖലകളെല്ലാം ദൈവാത്മാവ് കാണിച്ചു തരുമ്പോൾ നാം അത് കേൾക്കണം. जब हमारे जीवन में ऐसे जो बातों को सुधारना है, जब पवित्र आत्मा हमें दिखाता है या बताता है, उन बातों को सुधारना है. അതാണ് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ. पवित्र आत्मा के अधीनता में जीने का मतलब यही है. മാനുഷികമായി നോക്കുമ്പോൾ തികച്ചും ശരിയാണെന്ന് നമുക്ക് നല്ല ബോധ്യമുള്ള ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പറയും, ചെയ്യരുതെന്ന് പറയും. तो मानुषिक रीति से जब देखते हैं तो लगता है कि ये बात सही है, उसके बावजूद भी पवित्र आत्मा हमें बताएंगे कि इन बातों को करना नहीं. പരിശുദ്ധാത്മാവ് അങ്ങനെ പറഞ്ഞാൽ നാം തീർച്ചയായിട്ടും കേൾക്കുക. यदि पवित्र आत्मा ऐसी कुछ भी बता रहे तो आप जरूर उस बात को, पवित्र आत्मा की बात को मानिए. അങ്ങനെയൊക്കെ ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. उस रीति से पवित्र आत्मा या परमेश्वर हमें जांचता ही रहता है. സിനിമ കണ്ടുകൊണ്ടിരുന്നവർ ഇനി ഞാൻ സിനിമ കാണില്ല എന്നൊരു തീരുമാനം എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. मैं ये विश्वास कर रहा हूं कि अभी तक जो सिनेमा देखते थे वे एक निर्णय लिए हैं कि आज से मैं सिनेमा नहीं देखूंगा. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷം ഞാൻ സിനിമയെ കുറിച്ചുള്ള ഒരു ന്യൂസുകളും വായിക്കത്തില്ല. प्रियो, मैं ये बता रहा हूं कि जब से मैंने पवित्र आत्मा का अभिषेक प्राप्त किया है उस दिन से मैं सिनेमा के बारे में कोई अखबार या खबर भी नहीं पढ़ता हूं, समाचार को भी नहीं पढ़ता हूं. സിനിമ പോസ്റ്ററുകളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. सिनेमा के जो पोस्टर वगैरह लगे रहते हैं उसको भी मैं ध्यान नहीं देता हूं, देखता भी नहीं हूं. അബദ്ധത്തിലെങ്ങാനും നോക്കിയാലോ വായിച്ചാലേ ഉള്ളൂ. वो गलती से कहीं देखा तो या पढ़ा तो इतना ही. കാരണം അത് നമ്മുടെ ജഡത്തെ അല്ലെ ജഡത്തിന് സുഖം തരുന്ന ഒരു ലൗകിക സുഖമാണത്. क्योंकि वो हमारे जो शरीर को एक रीति का सुख प्रदान करने वाला एक चीज है वो. അങ്ങനെയുള്ള സകല ലൗകിക സുഖങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും മാറി നിൽക്കേണ്ടവരാണ് നാം. ऐसे सारे सांसारिक या लौकिक सुखों से हमें अलग रहना है. എന്തിന് കഴിഞ്ഞ ചില വർഷങ്ങളായി ഞാൻ ന്യൂസ് പേപ്പർ പോലും വായിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ്. तो इतना मात्र नहीं है, कई सालों से मैं अखबार या समाचार पत्र को भी बहुत विरल रीति से पढ़ता हूँ. അത്യാവശ്യം ന്യൂസുകളൊക്കെ അറിയുന്നുണ്ട്. मैं जो समाचार मुझे जानना है वो तो मैं जान भी पा रहा हूँ. അത് മതി, അതിന്റെ ആവശ്യമേ ഉള്ളൂ. इतना ही काफी है. നമ്മുടെ ചിന്താമണ്ഡലം ദൈവവചനത്താൽ നിറയപ്പെടണം. हमारा जो मन परमेश्वर के वचन से भर जाना चाहिए. ഹല്ലേലൂയ. हालेलुया. അപ്പോൾ പൗലോസിനുണ്ടായ വെളിപ്പാടിലേക്ക് നമുക്ക് വരാം. पौलुस को जो प्रकाशन मिला था उस प्रकाशन की ओर हम आएंगे. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലാണ് അത് വിവരിച്ചിരിക്കുന്നത്. प्रेरितों के काम 9वें अध्याय में उस बात का वर्णन है.
ഡമാസ്കസിലുള്ള ക്രിസ്ത്യാനികളെ പിടിച്ചു കെട്ടുന്നതിനും കൊല്ലുന്നതിനും വേണ്ടി പൗലോസ് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം വാങ്ങി അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണല്ലോ പൗലോസ് പിടിക്കപ്പെട്ടത്. दमिश्क में रहने वाले जो मसीह भाई बहनों को पकड़ के लाने के लिए महायाजक के अधिकार पत्र को प्राप्त करते वहां जा रहा था. 9:3 നാം ഇങ്ങനെ വായിക്കുന്നു, प्रेरितों का काम 9वें अध्याय उसके 3रे आयत में ऐसा पढ़ते हैं, ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. परंतु चलते चलते जब वह दमिश्क के निकट पहुंचा तो एकाएक आकाश से उसके चारों ओर ज्योति चमकी. അവൻ നിലത്ത് വീണു. वह भूमि पर गिर पड़ा. ഓക്കെ, ഇത് ആക്ച്വലി ലൂക്കോസ് അപ്പോസ്തല പ്രവർത്തികൾ ചരിത്രം എഴുതുമ്പോൾ ലൂക്കോസിന്റെ ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. तो लूका जब यहाँ इतिहास को लिख रहा था, प्रेरितों का इतिहास को लिख रहा था, तब लूका अपनी भाषा में इसको लिखा है. എന്നാൽ 22 അപ്പോസ്തല പ്രവർത്തികൾ 22:11 വായിക്കാം. परंतु हम पढ़ेंगे प्रेरितों का काम ही उसके 22वें अध्याय उसका 11वें आयत को. ഇവിടെ ജനക്കൂട്ടത്തോട് പൗലോസ് പ്രസംഗിക്കുന്നത് പൗലോസിന്റെ ഭാഷയിൽ തന്നെ ലൂക്കോസ് എഴുതിയിരിക്കുന്നതാണ്. यहाँ 22वें अध्याय में पौलुस जब भीड़ से प्रचार कर रहा था तब पौलुस की भाषा में ही यहाँ लूका लिखा है. ഇവിടെ 11ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആ വെളിച്ചം എന്നെ കൈപിടിച്ചു നടത്തി. तो 11वें आयत में हम देखते हैं कि जब उस ज्योति की तेज के बारे में जब उस ज्योति के तेज के मारे मुझे कुछ दिखाई नहीं दिया तो मैं अपने साथियों के हाथ पकड़े हुए दमिश्क में आया. മിന്നിയെന്ന് കേട്ടായിരുന്നോ? ഇല്ല കേട്ടില്ല. ഓക്കെ, 9ാം അധ്യായത്തിൽ പറയുന്നു പൗലോസിന്റെ ചുറ്റും ഒരു വെളിച്ചം മിന്നി താഴെ വീണുവെന്ന്. ഓക്കെ, 9ാം അധ്യായത്തിൽ പറയുന്നു പൗലോസിന്റെ ചുറ്റും ഒരു വെളിച്ചം മിന്നി താൻ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണുവെന്ന്. 9वें अध्याय में ये लिखा है कि पौलुस के चारों तरफ एक ज्योति चमकी और पौलुस नीचे गिर पड़ा. 22ാം അധ്യായത്തിൽ പറയുന്നു അത് വെറുമൊരു വെളിച്ചം മാത്രമായിരുന്നില്ല, ആ വെളിച്ചത്തിൽ ഒരു തേജസ് ഉണ്ടായിരുന്നുവെന്ന്. 22वें अध्याय में लिखा है कि वो केवल एक ज्योति मात्र नहीं थी परंतु ज्योति के साथ तेज थी. തേജസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എന്ന് പറഞ്ഞിരിക്കുന്നു. तेज का मतलब क्या है? अंग्रेजी में वहां ग्लोरी लिखा है. ആരെങ്കിലും പറഞ്ഞാട്ടെ തേജസ്. कोई बताइए कि ये तेज का मतलब क्या है? तेज या ग्लोरी. ഓക്കെ, അതൊരു വെളിച്ചം മാത്രമായിരുന്നില്ല, ആ വെളിച്ചത്തിൽ ഒരു തേജസ് ഉണ്ടായിരുന്നു. वो केवल एक ज्योति मात्र नहीं थी, उसमें एक तेज मतलब महिमा थी. मतलब जब उसके ऊपर ज्योति चमकी तो उसके साथ तेज का मतलब है कि परमेश्वर ने अपना स्वभाव भी उसके अंदर डाल दिया था. उस ज्योति के थ्रू अपने आप को परमेश्वर ने प्रकट कर दिया था. എന്തോ പറഞ്ഞേ? പറഞ്ഞത് ഇത് വെളിപ്പെട്ടപ്പോൾ അതിന്റെ കൂടെ ദൈവം തന്റെ സ്വഭാവത്തെയും കൂടെ വെളിപ്പെടുത്തി. ദൈവം തന്നെ വെളിപ്പെടുത്തി. അല്ല ഓക്കെ, ദൈവമഹത്വം അല്ല, തേജസ് എന്ന് പറഞ്ഞാൽ ദൈവമഹത്വമാണ്. वहां ऐसा नहीं है. तेज का मतलब है कि परमेश्वर की महिमा. ദൈവമഹത്വത്തിൽ പിതാവായ ദൈവത്തെയും പുത്രനായ യേശുക്രിസ്തുവിനെയും പൗലോസ് കാണുകയാണ്. तो वहां परमेश्वर की महिमा में
पिता परमेश्वर को और पुत्र यीशु मसीह को पौलुस देख रहा है। ഇങ്ങനെ ഒരു കാഴ്ച പണ്ടൊരാൾ കണ്ടതും അത് വിളിച്ചു പറയുന്നതും പൗലോസ് അടുത്തിരുന്ന് കേട്ടതാണ്. ആരാന്ന് പറയാമോ അത്? तो इसी रीति से एक व्यक्ति ने कुछ दिन पहले पर महिमा को देखकर वो पुकार कर कहा था, वो व्यक्ति के नजदीक बैठकर पौलुस ने इस बात को सुना था। वो व्यक्ति कौन है, आप बता सकते हैं क्या? कोई ये बता सकते हैं कि पौलुस के पहले एक व्यक्ति ने महिमा को देखकर वो पुकार कर कहा था, वो पौलुस नजदीक बैठकर सुना भी था। ഓക്കെ, അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ടത്. प्रेरितों का काम 7वें अध्याय में लिखा है स्तिफनुस के बारे में। 55-ാമത്തെ വാക്യം, उसके 55वें आयत में, അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി वो पवित्र आत्मा से परिपूर्ण होकर स्वर्ग की ओर देखा, ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. और परमेश्वर की महिमा को और यीशु को परमेश्वर की दाहिने ओर खड़ा हुआ देखा। അപ്പോൾ പൗലോസും അതേ കാഴ്ച ഇന്ന് കാണുകയാണ്. तो अभी पौलुस भी उसी दर्शन को अभी देख रहा है। പണ്ട് സ്തെഫാനോസ് വിളിച്ചു പറഞ്ഞത് പൗലോസ് കേട്ടതാണ്. उस समय जब स्तिफनुस ने ये देखकर पुकार कर कहा था, तब पौलुस ने उसको सुना था। പക്ഷെ യഹൂദ മതത്തോടുള്ള തന്റെ തീഷ്ണത മൂലം പൗലോസ് അതെല്ലാം തള്ളിക്കളയുകയാണ് ചെയ്തത്, നിരാകരിച്ചു. परंतु उस समय जो यहूदी धर्म के प्रति उसका जो तीव्रता थी, उस कारण इन सारे बातों को उसने ठुकरा दिया था। എന്നാൽ ഇന്ന് അതേ കാഴ്ച പൗലോസ് സ്വയം കാണുകയാണ്. परंतु आज पौलुस उसी दर्शन को देख रहा है। അങ്ങനെ കണ്ടു എന്ന് അവിടെ എഴുതിയിട്ടില്ലെങ്കിലും ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു പൗലോസ് അത് കണ്ടു. तो ऐसा देखा, ये बात को ऐसा नहीं लिखा है, परंतु मैं पूरी रीति से विश्वास करता हूं कि पौलुस ने ऐसा ही देखा है। കാരണം ഈ കാഴ്ചയാണ് പൗലോസിന്റെ ടേണിംഗ് പോയിന്റ്. क्योंकि यही दर्शन ही है पौलुस के जीवन का जो एक जीवन का बदलने का कारण हुआ था। തനിക്ക് അഭിമാനമായിരുന്ന തന്റെ പദവികളെല്ലാം പൗലോസ് വലിച്ചെറിഞ്ഞതിന്റെ കാരണം ഈ കാഴ്ചയാണ്. क्योंकि पौलुस के पास जो भी जो सौभाग्य या पद थी, इन सारे बातों को इसी दर्शन के कारण ही सबको वो कूड़ा कचरा समझा था। ഇങ്ങനെയാണ് പൗലോസിന് ക്രിസ്തുവിനെ പിതാവായ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. तो इसी रीति से पिता परमेश्वर ने यीशु मसीह को पौलुस के सामने प्रकट किया था। വളരെ സ്പഷ്ടമായി മറനീക്കി മൂടുപടമില്ലാതെ പൗലോസിന് ക്രിസ്തു ആരാണെന്ന് വെളിപ്പെട്ടു. तो स्पष्ट रीति से उस पर्दा को हटाकर वो यीशु मसीह कौन है, ये प्रकाशन पौलुस को मिला। ഈ സംഭവം നടക്കുമ്പോൾ പൗലോസ് 2 ചോദ്യങ്ങളാണ് കർത്താവിനോട് ചോദിക്കുന്നത്. ये जब घटना घटित हुई थी, तब पौलुस ने यीशु से 2 ही सवाल किया था। പൗലോസിന് നന്നായി അറിയാമായിരുന്നു യഹൂദ ചരിത്രവും ന്യായപ്രമാണവും മശിഹ വരുമെന്നുള്ളത്. तो पौलुस अच्छी रीति से यहूदियों के जो न्याय व्यवस्था और इतिहास के द्वारा जानता था कि मसीहा आएगा। പക്ഷേ ഈ യേശുക്രിസ്തു വന്നത് കഴിഞ്ഞിരുന്നില്ല. പക്ഷെ യേശുക്രിസ്തു വന്നത്, ഭൂമിയിൽ വന്നത്, തന്റെ ശുശ്രൂഷ ചെയ്തത് പൗലോസ് ഒരിക്കലും അംഗീകരിച്ചില്ല. परंतु यीशु मसीह जो इस धरती पर आकर जो सेवा किया था, उस सेवा को कभी भी पौलुस ने स्वीकारा नहीं था। തനിക്ക് യഹോവയായ ദൈവത്തെ, ന്യായപ്രമാണത്തെ, മശിഹായെല്ലാം നന്നായി അറിയാമായിരുന്ന വ്യക്തിയായിരുന്നു. यहोवा परमेश्वर के बारे में और मसीहा के बारे में अच्छे जानकारी रखने वाला एक व्यक्ति था पौलुस। എന്നാൽ താൻ ഇതുവരെ അനുഭവിക്കാത്ത ഒരു അനുഭവമാണ് തനിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. परंतु अभी तक जो कभी भी उसने अनुभव नहीं किया था, एक ऐसा एक अनुभव, ऐसा एक एहसास अभी पौलुस को हुआ है।
ശ്രദ്ധിക്കണം, കുതിരപ്പുറത്തുനിന്ന് താഴെ വീണപ്പോൾ തന്നെ പൗലോസിന്റെ കണ്ണിലെ കാഴ്ച പോയി. तो यहाँ ध्यान देना है, जैसे ही वो घोड़े पर से भूमि पर गिर पड़ा तभी उसका दिखाई देना खत्म हो गया. താൻ തീർത്തും നിസ്സഹായനായിരിക്കുന്നു. वो अंधा हो गया और वो बेसहारा हो गया. താൻ ആരിനാലോ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യം പൗലോസിനുണ്ടായി. तो पौलुस को ऐसा एहसास हुआ कि मैं किसी ना किसी व्यक्ति से पकड़ा गया हूं. അതുകൊണ്ടാണ് പൗലോസ് ചോദിക്കുന്നത്, നീ ആരാകുന്നു കർത്താവേ എന്ന്. इसलिए ही पौलुस पूछता है कि हे प्रभु तू कौन है. അപ്പോൾ കർത്താവിന്റെ മറുപടി, നീ ഉപദ്രവിക്കുന്നതിനായി तब യേശു यीशु എന്നാണ്. कहता है कि जिसे तू सताता है वो यीशु हूं मैं. യഥാർത്ഥത്തിൽ പൗലോസ് യേശുവിനെ നേരിട്ട് എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? क्या पौलुस ने कभी भी यीशु मसीह को सताया था क्या सीधे सीधे? നേരിട്ട് യേശുവിനെ ഉപദ്രവിച്ചിട്ടില്ല പൗലോസ്. पौलुस कभी भी यीशु को सताया नहीं था. പക്ഷെ യേശുവിൽ വിശ്വസിക്കുന്നവരെയാണ് പൗലോസ് ഉപദ്രവിച്ചത്. परंतु यीशु मसीह में जो विश्वास करते थे ऐसे लोगों को पौलुस ने सताया था. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, प्रियो, इस बात से हमें एक बात को जानना है. നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ, ശാരീരികമായോ മാനസികമായോ ആര് ഉപദ്രവിച്ചാലും നമ്മൾ തിരിച്ചൊന്നും ചെയ്യരുത്, പറയരുത്. तो कोई भी यदि हमें मानसिक रीति से या शारीरिक रीति से भी हमें सताए तो हम पलट कर कुछ भी नहीं बोलना है. ചിലർക്കൊക്കെ പ്രയാസമുള്ള അനുഭവങ്ങൾ കൂടി കടന്നു പോകുന്നവരുണ്ടെന്ന് എനിക്കറിയാം. मैं जानता हूं कि कुछ लोग ऐसे क्लेशों से होकर गुजरने वाले लोग हैं. എന്നാൽ നാം തിരിച്ച് പ്രതികരിക്കാതിരുന്നാൽ, यदि हम पलट कर उनको कुछ बदला किए बिना रहेंगे तो നമുക്ക് ദൈവം ചോദിക്കും, हमारे लिए परमेश्वर पलटा लेगा. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ദൈവം ചോദിച്ചെന്ന് വരത്തില്ല. हो सकता है जब हम इंतजार कर रहे होते हैं उस समय परमेश्वर उनसे पलटा ना ले. നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല ദൈവം ചോദിക്കുന്നത്. हो सकता है जिस रीति से हम सोचते हैं उस रीति से भी परमेश्वर पलटा नहीं लेता होगा. നമ്മൾ സന്തോഷത്തോടെ സഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. हम आनंद के साथ उसको सह ले और उनके लिए प्रार्थना भी करें. ദൈവത്തിന്റെ സമയത്ത് ദൈവത്തിന്റെ രീതിയിൽ ദൈവം ചോദിച്ചുകൊള്ളും. तो परमेश्वर के समय में परमेश्वर अपने रीति से उनसे बदला लेगा. ഒരുപക്ഷെ ആ ഇടപെടലിൽ കൂടി അവൻ വിശ്വാസിയായി തീരാനും സാധ്യത വളരെ കൂടുതലാണ്. हो सकता है जब परमेश्वर उसके साथ जब बदला लेता है उसमें वो विश्वासी भी बन सकता है उस समय. ഇപ്പോൾ പൗലോസിന്റെ ആദ്യത്തെ ചോദ്യം, നീ ആരാകുന്നു കർത്താവേ എന്നാണ്. पौलुस की पहली सवाल ये है कि हे प्रभु तू कौन है. രണ്ടാമത്തെ ചോദ്യം, ഞാൻ എന്ത് ചെയ്യണമെന്നാണ്. दूसरी सवाल ये है कि मैं क्या करूं. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഈ രണ്ട് ചോദ്യങ്ങൾ ഇന്നു മുതൽ കർത്താവിനോട് ചോദിക്കുക. मुझे सुनने वाले सब लोग आज से ये दोनों सवाल परमेश्वर से पूछना है. കർത്താവേ, നീ ആരാകുന്നു, അങ്ങേ എനിക്കൊന്ന് വെളിപ്പെടുത്തണമേ. प्रभु तू कौन है, मुझे आप अपने आप को प्रकट करें. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? और आपके लिए मैं क्या करूं. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി ലഭിക്കുന്നതും വരെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ये दोनों सवालों को जब तक वो एक स्पष्ट उत्तर नहीं मिलता है तब तक मांगते रहना. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതോടുകൂടി നമ്മുടെ വിശ്വാസ ജീവിതം ആകെ മാറി മറിയും. हमारे इन दोनों सवालों को जब उत्तर मिल जाती है तो हमारे मसीह जीवन पूरी रीति से बदल जाएगी. അപ്പോൾ പൗലോസിന് വളരെ വ്യക്തമായി സ്പഷ്ടമായി ക്രിസ്തു ആരാണെന്ന് വെളിപ്പെട്ട് കിട്ടിയിരിക്കുകയാണ്. यहाँ पौलुस को यीशु मसीह कौन है इसका एक स्पष्ट प्रकाशन मिल चुका है. നമുക്കറിയാം, പൗലോസ് ന്യായപ്രമാണം വളരെ നന്നായി വിശദമായി ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്.
हम जानते हैं कि पौलुस व्यवस्था को मतलब पुराने नियम को अच्छी रीति से बड़े गहन रीति से अध्ययन किए हुए एक व्यक्ति हैं। ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത് ന്യായപ്രമാണം സംബന്ധിച്ച് താൻ ഒരു പരീശനാണെന്നാണ്. तो फिलिपियों की पत्री 3 अध्याय में ये बताया है कि मैं व्यवस्था के रूप में मैं एक फरीसी हूं. ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് അനന്യനാണെന്നാണ് താൻ അവിടെ വിശേഷിപ്പിക്കുന്നത്. तो ये कहता है कि व्यवस्था के धार्मिकता के हिसाब से तो मैं निर्दोष हूं. ഹല്ലേലൂയ. അപ്പോൾ ഈ അവസ്ഥയിൽ ജീവിച്ചിരുന്ന പൗലോസിന്റെ ബുദ്ധിമണ്ഡലത്തെ അല്ലെങ്കിൽ പൗലോസിന്റെ വൈജ്ഞാനിക മണ്ഡലത്തെ കീറി മുറിച്ച അല്ലെങ്കിൽ നിഷ്പ്രഭമാക്കിയ ഒരു വെളിപ്പാടാണ് ലഭിച്ചിരിക്കുന്നത്. तो ऐसे जीवन बिताने वाले पौलुस के बुद्धिमत्ता को ही जो आर पार छेद लिया या उसको निष्क्रिय कर दिया, ऐसा एक प्रकाशन पौलुस को मिला. കേട്ടില്ല. ഓക്കെ. അപ്പോൾ ഈ ഒരു തലത്തിൽ ജീവിച്ചിരുന്ന പൗലോസിന്റെ വൈജ്ഞാനിക മണ്ഡലം കീറി മുറിക്കപ്പെട്ടു, നിഷ്പ്രഭമായി പോയി. तो ऐसे जीवन जो बिताया था पौलुस, उसकी बुद्धिमत्ता आर पार छिद गए और वो निष्क्रिय हो गया. തനിക്ക് മനസ്സിലായി താൻ പഠിച്ചതെല്ലാം വെറുതെ ആയി പോയി എന്ന്. तो पौलुस को ये पता लगा कि उसने जो कुछ भी सीखा था वो सब निरर्थक हुआ. അപ്പോൾ അത്രയ്ക്കും ആഴത്തിലുള്ള ഒരു വെളിപ്പാടാണ് പൗലോസിന് ലഭിച്ചിരിക്കുന്നത്. उसने एक गहरी रीति का एक दर्शन या प्रकाशन पौलुस को मिला था. തന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ താൻ എന്ത് ചെയ്യണമെന്നുള്ളത് വളരെ വ്യക്തമായി പൗലോസിന് വെളിപ്പെട്ട് കിട്ടിയിരിക്കുകയാണ്. अपने जीवन के आने वाले दिनों में क्या करना है, इस बात का भी स्पष्ट प्रकाशन पौलुस को मिल चुका है. അതാണ് ഗലാത്യ ലേഖനം 1:16 നാം വായിച്ചത്. उसी बात को गलातियों की पत्री 1 अध्याय उसके 16वें आयत में हमने पढ़ा था. തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളിൽ അറിയിക്കണം. उसके पुत्र के बारे में सुसमाचार को मैं अन्य जातियों में सुनाऊं. അപ്പോൾ ഇങ്ങനെ ഒരു വെളിപ്പാട് ലഭിച്ചാൽ അങ്ങനെ ഒരു ഗുണം നമുക്ക് ലഭിക്കും. ऐसा एक प्रकाशन हमें मिला तो ऐसा एक भलाई भी हमारे साथ भी होगी. നാം എന്താണ് ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് ദൈവം വ്യക്തമായി വെളിപ്പെടുത്തും. तो हम परमेश्वर के लिए क्या करना है, इस बात को भी परमेश्वर हमें स्पष्ट रीति से बताएंगे, प्रकट करेंगे. ഞാൻ ഈ വെളിപ്പാടെന്ന് ഉദ്ദേശിക്കുന്ന ഒരു ദർശനം കാണണമെന്ന് മാത്രമല്ല, मैं यहाँ जो प्रकाशन बता रहा हूँ इसका मतलब ऐसा नहीं है कि हमें एक दर्शन देखते रहना है. അങ്ങനെ വെളിപ്പാട് ലഭിച്ചാൽ തീർച്ചയായിട്ടും നല്ലത് തന്നെ. ऐसा एक दर्शन मिला तो वो अच्छी बात भी है. എന്നാൽ എനിക്ക് വചനം വായിക്കുമ്പോൾ വചനത്തിൽ നിന്നുമാണ് ഇങ്ങനെ ഒരു വെളിപ്പാട് ലഭിച്ചത്. परंतु मैं जब वचन को पढ़ा तो वचन से मुझे ये प्रकाशन मिला था. എന്റെ കാഴ്ചപ്പാടുകളെല്ലാം മാറ്റിമറിക്കപ്പെട്ടു. मेरा सारे जो नजरिया हैं तो वो पूरी रीति से बदल गए. എന്റെ ഫോക്കസ് മാറി. मेरा जो ध्यान वो भी बदल गया. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എനിക്ക് വ്യക്തമായി വെളിപ്പെട്ടു. मेरे प्रति परमेश्वर की इच्छा मुझे स्पष्ट रीति से प्रकट हुआ. അത് വെളിപ്പെടുക മാത്രമല്ല, അത് ചെയ്തു തുടങ്ങാനുള്ള കൃപയും എനിക്ക് ലഭിച്ചു. इतना मात्र नहीं है कि परमेश्वर की इच्छा मुझे प्रकट हुआ, उस इच्छा को करने का सामर्थ्य या अनुग्रह भी मुझे मिला. അപ്പോൾ പിതാവായ ദൈവം തന്റെ പുത്രനെ ഒരാൾക്ക് വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ പിതാവിന് ഒരു ഉദ്ദേശമുണ്ട്. इसका मतलब है कि यदि पिता परमेश्वर अपने पुत्र को हमारे या किसी के लिए भी प्रकट कर रहे हैं तो उसके पीछे एक स्पष्ट उद्देश्य भी है. അപ്പോൾ ക്രിസ്തു ആരാണെന്നും ക്രിസ്തു തനിക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്നും താൻ ക്രിസ്തുവിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നും പൗലോസിന് വ്യക്തമായി വെളിപ്പെട്ടിരിക്കുന്നു. पौलुस के लिए
यीशु मसीह कौन है और यीशु मसीह ने अपने लिए क्या किया है, पौलुस के लिए क्या किया है और पौलुस अभी यीशु मसीह के लिए क्या करना है, ये पूरे स्पष्ट रीति से प्रकट हुआ है। അപ്പോൾ ഈ ഇത്ര ശക്തമായ ആഴമേറിയ ഒരു വെളിപ്പാട് ലഭിച്ച പൗലോസ് എന്താണ് ആദ്യം ചെയ്തത്? तो इतने स्पष्ट रीति से एक गहरे जो प्रकाशन मिला तो पौलुस ने पहले क्या किया? ഗലാത്യലേഖനം 1:16 നാം വായിക്കുന്നത് മാംസരക്തങ്ങളോട് ആലോചിച്ചില്ല എന്നാണ്. तो वहां गलातियों 1:16 में ऐसा लिखा है कि मैंने मांस और लहू से सलाह ना ली। തനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവർ യെരുശലേമിൽ ഉണ്ടെന്ന് പൗലോസിന് അറിയാം. पौलुस से पहले भी जो प्रेरित बन गए ऐसे लोग यरूशलेम में हैं, इस बात को पौलुस जानता था। ഇവരോട് ആരോടും തന്നെ ഒന്നും ആലോചിക്കാതെ നേരെ അറേബ്യ മരുഭൂമിയിലേക്ക് പോയി. तो इन लोगों से किसी भी रीति का सलाह लिए बिना वो सीधे अरब को चला गया। അപ്പോൾ അത് നാം മനസ്സിലാക്കേണ്ടത് തനിക്ക് ലഭിച്ച വെളിപ്പാട് അത് വെളിപ്പെടുത്തേണ്ട സമയമായിട്ടില്ല എന്ന് പൗലോസ് മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ്. तो इससे हम ये समझ सकते हैं कि पौलुस को जो प्रकाशन मिला था वो प्रकाशन दूसरों पर प्रकट करने का समय नहीं हुआ था, ये पौलुस जाना। ഇത് നമുക്ക് എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. ये हम सब के लिए एक सीख होनी चाहिए। നമുക്ക് എന്തെങ്കിലും ഒരു വെളിപ്പാട് ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് പറയാൻ അല്ലെങ്കിൽ ദൈവം പറഞ്ഞിട്ടല്ലാതെ നാം പറയാൻ പാടില്ല. हमें यदि कोई भी दर्शन मिला है तो जब तक परमेश्वर उस दर्शन को बताने के लिए नहीं बताएंगे तब तक उसको बताना नहीं है। നാം ദൈവസന്നിധിയിൽ മറഞ്ഞിരിക്കേണ്ട സമയങ്ങൾ ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. हमारे जीवन में भी ऐसे संदर्भ या ऐसे पल होनी चाहिए जब हम परमेश्वर में छिपे रहें। എല്ലാം എല്ലായിടത്തും വിളിച്ചു പറയരുത്. हर एक बात को हर एक जगह में पुकार कर नहीं कहना है। എന്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, मेरे जीवन के अनुभव से मैंने जिस बात को समझ लिया है, ഏതെങ്കിലും ഒരു കാര്യം കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയാൽ എനിക്ക് നല്ല ബോധ്യമുണ്ടാകും അത് അത്രയുമല്ല കുറച്ചുകൂടി വെളിപ്പെടാൻ ഉണ്ടെന്ന്. किसी भी बात को यदि परमेश्वर ने मुझे प्रकट किया है तो मुझे ऐसा एक स्पष्ट समझ होता है कि इतना ही नहीं है, परमेश्वर और भी प्रकट करना है। അങ്ങനെ ഒരു ബോധ്യമുണ്ടായാൽ ബാക്കി കൂടെ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. ऐसा एक समझ मुझे हुआ तो बाकी जो बताना है या प्रकट होना है वो बात भी प्रकट होने तक मैं इंतजार करता हूं। അപ്പോൾ പൗലോസിന് മനസ്സിലായി തനിക്ക് ലഭിച്ചത് ഒരു തുടക്കമാണെന്ന്. तब पौलुस को भी ये समझ में आया कि ये जो मिला है या जो प्रकाशन मिला है ये एक शुरुआत मात्र है। കൂടുതൽ ഘനമേറിയത് ആഴമായിട്ടുള്ളത് ഇനി ലഭിക്കാൻ ഉണ്ടെന്നുള്ളത് പൗലോസിന് മനസ്സിലായി. और भी गहन और भी जो बहुतायत का मिलना बाकी है ऐसा पौलुस ने समझ लिया। തീർച്ചയായിട്ടും പൗലോസ് ദൈവത്തോട് ചോദിച്ചു കാണും, കർത്താവേ ഞാൻ ചോദിച്ചല്ലോ ആ ചോദ്യത്തിന് മറുപടി ലഭിച്ചു കാണും. तो पौलुस ने परमेश्वर से पूछा होगा कि प्रभु मैंने जो पूछा था उसका पूरा उत्तर नहीं मिला। അപ്പോൾ അതിന് മറുപടിയായി കർത്താവ് പറഞ്ഞത് നീ അറേബ്യയിൽ പോയി 3 വർഷം ഇരിക്കാനാ പറഞ്ഞത്. तब उसके उत्तर में परमेश्वर ने पौलुस से बताया कि तू अरब जाकर अरब में 3 साल बैठे रहो। പൗലോസ് ഒരിക്കലും ചിന്തിച്ചില്ല ഞാൻ മരുഭൂമിയിൽ പോയി എങ്ങനെ ആഹാരം കഴിക്കും, എങ്ങനെ വെള്ളം കുടിക്കും, ഞാൻ എങ്ങനെ ജീവിക്കും, എവിടെ കിടക്കുമെന്ന്. पौलुस ने कभी भी ऐसा नहीं सोचा कि अरब रेगिस्तान में जाकर मैं कहाँ क्या खाऊंगा, क्या पीऊंगा, कहाँ सोऊंगा, ऐसा कुछ भी नहीं सोचा। ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ദൈവശബ്ദം കേട്ടു നേരെ മരുഭൂമിയിലേക്ക് പോവുകയായിരുന്നു. जब उसने परमेश्वर की आवाज को सुना तो इन सारे चीजों को सोचे बिना सीधे अरब को चला गया। നീണ്ട 3 വർഷം മരുഭൂമിയിൽ താൻ കഴിച്ചുകൂട്ടി. वो लंबे 3 साल लगातार 3 साल वो अरब की रेगिस्तान में वो रहा। നമ്മുടെ ജീവിതത്തിൽ ഒരു 3 ദിവസം ദൈവസന്നിധിയിൽ തനിച്ച് മാറിയിരിക്കാൻ നമുക്ക് കഴിയുമോ? हमें परमेश्वर की उपस्थिति में अकेले 3 दिन परमेश्वर की उपस्थिति में बैठना संभव है क्या? മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ,
मोबाइल फोन को इस्तेमाल किए बिना। ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു 2 ദിവസം മാറിയിരിക്കാനെന്ന്. तो मैंने कल भी बीते दिन भी बताया था, मैं ऐसे बताते समय परमेश्वर ने मुझे ऐसे 2 दिन बैठने के लिए बताया। അത് അധികം താമസിയാതെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. तो जल्द से जल्द वो करना है, ऐसा मैं चाह भी रहा हूं। അപ്പോൾ ഒരു വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമായി താൻ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യം പൗലോസിനുണ്ടായിരിക്കുന്നു. तो तब पौलुस को ये एहसास हुआ कि परमेश्वर की बड़ी एक योजना के लिए मैं अलग किया गया हूं. ഇത് പൗലോസിനെ ആവേശഭരിതനാക്കിയിരിക്കും. तो ये पौलुस के अंदर एक आवेग को उत्पन्न किया. നമുക്ക് അങ്ങനെ ഒരു ബോധ്യമുണ്ടോ നാം ഓരോരുത്തരും വലിയൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമായി മാറ്റപ്പെട്ടിരിക്കുന്നവരാണെന്ന്? तो हमें भी ऐसा एक समझ है कि हम भी परमेश्वर की बड़ी एक योजना के जो हिस्सेदार हैं, या उसके लिए हमें अलग किया गया है. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആവേശം ഉണ്ടാകാറുണ്ടോ? നമുക്കൊരു സന്തോഷവും ആനന്ദവും ഉണ്ടാകാറുണ്ടോ? तो ऐसे बातों को सोचते समय क्या हमारे अंदर एक स्फूर्ति या एक तीव्रता, एक आनंद उत्पन्न होती है क्या? അങ്ങനെയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, നമ്മുടെ വിശ്വാസ ജീവിതത്തിന് എവിടെയോ കുഴപ്പങ്ങളുണ്ട്. तो ऐसा नहीं है तो प्रियो समझिए कि हमारा ये विश्वास जीवन में कहीं ना कहीं गड़बड़ी है. അങ്ങനെ പൗലോസ് 3 വർഷം അറേബ്യൻ മരുഭൂമിയിലേക്ക് യാത്രയാവുകയാണ്. तो उस रीति से पौलुस 3 साल के लिए अरब को चला जाता है. കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിൽ നമുക്ക് ന്യായമായിട്ടും ചിന്തിക്കാവുന്നതാണ് താൻ വെളിപ്പാടുകളുടെയും ദർശനങ്ങളുടെയും ലോകത്തായിരുന്നുവെന്ന്. तो ज्यादा उसके बारे में कहीं भी हम पढ़ते नहीं हैं क्या हुआ, परंतु हम ऐसा सोच सकते हैं कि वो 3 साल दर्शनों में या प्रकाशनों के बहुतायत में वो जीवन बिता रहा था. അങ്ങനെ ശക്തമായ ഒരു തിരിച്ചുവരവാണ് പൗലോസ് നടത്തുന്നത്. ऐसे एक बड़े सामर्थ्य रूप में वो वापस लौटता है. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഇതുവരെ ജീവിച്ചതുപോലെ ഇനി മുന്നോട്ട് പോകാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ ജീവിച്ചതുപോലെ അല്ല ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു 3 ദിവസമെങ്കിലും ദൈവസന്നിധിയിൽ മാറിയിരിക്കാൻ ആഗ്രഹിക്കുക. तो मुझे सुनने वाले, यदि अभी जो है ऐसा नहीं है, इससे भी और बदलावट के साथ हमें आगे बढ़ना है, तो कम से कम 3 दिन परमेश्वर की उपस्थिति में अकेले बैठने के लिए एक निर्णय ले. അത് കഴിവതും വീട്ടിലിരിക്കാതിരിക്കുന്നതാണ് നല്ലത്. तो बेहतर यह है कि आप अपने घर में ना बैठे. അല്പം മാറി എവിടെങ്കിലും റൂം എടുത്തോ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഒത്തിരി മലമ്പ്രദേശമാണ് ഞാൻ കേൾക്കുന്നു. ഏതെങ്കിലും ഒരു മലയടിവാരത്തിൽ പോയി ഒറ്റയ്ക്കിരിക്കുക. तो या तो एक अलग कमरा लीजिए, नहीं तो मैंने सुना है कि आपके इलाकों में बहुत सारे पहाड़ियां हैं, पहाड़ी इलाका है, तो ऐसा है तो कोई भी पहाड़ी इलाका में अकेले जाकर भी आप प्रार्थना कर सकते हैं. ഞാൻ സഹോദരന്മാരെ ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത്. मैं भाई लोगों के लिए इस बात को बता रहा हूं. വേറെ ആരോടും പറയരുത്, വീട്ടിലുള്ളവരോടും പറയുക, പാസ്റ്ററിനോടും മാത്രം പറയുക. तो किसी और से नहीं बताना है, अपने घर वालों से बताइए और पास्टर जी से भी बताइए. അങ്ങനെ നമ്മൾ മാറിയിരിക്കാൻ തയ്യാറായാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിന് അടിമുടി ഒരു മാറ്റം ഉണ്ടാകും. तो ऐसे हम एक अलग परमेश्वर के साथ बैठने के लिए तैयार है, तो हमारा ये मसीह जीवन पूरी रीति से बदल जाएगी. അതിനുവേണ്ടി ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. तो ऐसे बात के लिए चाहत रखे और उसके लिए प्रार्थना करें. അപ്പോൾ ഇങ്ങനെ വ്യക്തിപരമായ ഒരു വെളിപ്പാട് ലഭിച്ചാൽ അത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കും. तो ऐसा एक प्रकाशन यदि हमें मिला तो हमारे इस मसीह जीवन को वो पूरी रीति से बदल देगी. ഇനി ഒരുവനിൽ ക്രിസ്തു ഉരുവാകുന്നതിനെ കുറിച്ച് നമുക്ക് അല്പസമയം ചിന്തിക്കാം. तो अभी हम आगे एक व्यक्ति में यीशु मसीह का रूप बन जाने के बारे में थोड़ा विचार करेंगे. വായിക്കാം. ഗലാത്യലേഖനം 4:19. गलातियों की पत्री 4 अध्याय उसके 19वें आयत को पढ़ेंगे. ഞാൻ വായിക്കാം. എന്റെ കുഞ്ഞുങ്ങളെ, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം, हे मेरे बालकों, जब तक तुम में मसीह का रूप ना बन जाए, ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നു.
मैं तुम्हारे लिए फिर जच्चा की सी पीड़ाएं सहता हूं। വളരെ വാത്സല്യത്തോടുകൂടി പൗലോസ് വിളിക്കുകയാണ് എന്റെ കുഞ്ഞുങ്ങളെ എന്ന്. बड़े जो ममता के साथ पौलुस यहाँ बुला रहा है कि हे मेरे बालकों। ഇതിന്റെ പശ്ചാത്തലം നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് ഇത് ഇങ്ങനെ മനസ്സിലാകും. इसकी पृष्ठभूमि को यदि हम जांचेंगे तो हम ये समझ पाएंगे ഗലാത്യ സഭയിലുള്ളവർ ജാതികളിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്നവരാണ്. गलातियों की कलीसिया में जो विश्वासी लोग हैं वे ज्यादातर अन्य जातियों में मतलब गैर यहूदी लोग थे. അങ്ങനെയുള്ളവരെ യഹൂദ മതത്തിൽ നിന്നും ക്രിസ്ത്യാനികളായവർ നിർബന്ധിക്കുകയാണ് യഹൂദ മതത്തിലെ മര്യാദകൾ പിന്തുടരണമെന്ന്. तो ऐसे लोगों को जो यहूदी धर्म से मसीह बन गए थे उन लोग यहूदी धर्म का कुछ व्यवस्थाओं को पालन करने के लिए मजबूर कर रहे थे. ഇതിനെ വിമർശിച്ചുകൊണ്ട് ഇതിനെ ശക്തിയായി എതിർത്തുകൊണ്ട് പൗലോസ് എഴുതുന്ന ലേഖനമാണിത്. इसके विरोध करते हुए इसके विरोध में लिखा हुआ एक पत्री है ये. അപ്പോൾ ഗലാത്യ സഭയ്ക്ക് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട പരിശുദ്ധാമാഭിഷേകം പ്രാപിച്ച സഭയ്ക്ക് എഴുതുകയാണ് ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണമെന്ന്. तो जिस कलीसिया के लोग उद्धार पाए थे, बपतिस्मा लिए थे और पवित्र आत्मा का अभिषेक पाए थे, उस कलीसिया को पौलुस लिख रहा है कि तुम में मसीह का रूप बनना है. അപ്പം അവർ വിശ്വാസികളാണ്, അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. അങ്ങനെയുള്ളവരോട് പൗലോസ് പറയുകയാണ് ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണമെന്ന്. तो वे विश्वासी लोग हैं, उनके हृदय में पवित्र आत्मा वास करता है. ऐसे विश्वासियों से बता रहा है कि तुम में मसीह का रूप बनना है. എന്റെ ചോദ്യം, ക്രിസ്തു എവിടെ ഉരുവാകണം? मेरा सवाल ये है कि मसीह का रूप हम में कहां बनना है? പറഞ്ഞാട്ടെ, നിങ്ങൾ ക്രിസ്തു എവിടെയാണ് ഉരുവാകേണ്ടത്? आप में से कोई बताए कि मसीह का रूप हम में कहां बनना है? स्वभाव में. എന്താ പറഞ്ഞ? സ്വഭാവം എന്നാണ്. कैरेक्टर. അല്ല, അത് ഏകദേശം ശരിയാണ്. വേറെ ആരെങ്കിലും? लगभग सही है परंतु पूरा सही नहीं है. भीतरी बोलिए आप. संसार हमारे मन में संसार में. हाँ എന്തൊക്കെയാ പറഞ്ഞേ? ചിലർ പറഞ്ഞു ലോകത്തില്, ചിലർ പറഞ്ഞു ഓൾഡ് മാൻ, ആരോ ഒരാൾ പറഞ്ഞു മനസ്സില്. ഓക്കെ, ക്രിസ്തു നമ്മുടെ ചിന്തകളിലാണ് ഉരുവാകേണ്ടത്. यीशु मसीह का रूप हमारे सोच में बनना है. അതായത് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ, मतलब हमारा सोच जहां होती है उस मन में. ഒരു ദിവസത്തെ കാര്യമെടുത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണ്. അൺമ്യൂട്ട് ചെയ്യാൻ പറ. അല്ല, മ്യൂട്ട് ചെയ്യാൻ പറ. कृपया जो लोग अनम्यूट किए हैं उसको म्यूट करें, थोड़ा आवाज आ रही है. एक दिन सोच के देखिए कि हमारे मन में क्या क्या सोचें आती हैं, हम क्या क्या सोचते हैं. ആർക്കെങ്കിലും ഒരു കണക്കെടുക്കാൻ പറ്റുമോ നമ്മൾ എന്തെല്ലാം വിഷയങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ നമ്മൾ ചിന്തിച്ചതെന്ന്? कोई भी ऐसा एक हिसाब बता सकते हैं कि सुबह से लेकर इस शाम तक हमने क्या क्या सोचा था? സാധ്യമല്ലത്. वो संभव नहीं है. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ധാരാളം കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം ചിന്തിക്കുന്നവരാണ്. हम एक दिन जरूरी और गैर जरूरी कई बातों को सोचने वाले हैं. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു 3 രീതിയിൽ നമ്മുടെ ഉള്ളിൽ ചിന്തകൾ ഉരുവാകും. बीते दिन में भी मैंने बताया था कि 3 रीति का सोच हमारे मन में आती है. നാം സ്വയമായി ചിന്തിക്കാൻ കഴിവുള്ളവരാണ്. सबसे पहला है कि हम खुद सोचने लायक हैं, उसका क्षमता हम में है. പിന്നെ പിശാച് കൊണ്ടുവരുന്ന ചിന്തകളുണ്ട്. दूसरी, शैतान हम में लाने वाले सोच भी हैं. മൂന്നാമതായി ദൈവം തരുന്ന ചിന്തകളുണ്ട്.
तीसरी, परमेश्वर हमारे अंदर डालने वाले सोच भी हैं। അപ്പോൾ പരിശുദ്ധാത്മ വസിക്കുന്ന ഗലാത്യ സഭയിലുള്ളവരോട് പൗലോസ് പറയുകയാണ് ക്രിസ്തു നിങ്ങളുടെ ചിന്തകളിൽ ഉരുവാകണമെന്ന്. जिनमें पवित्र आत्मा वास करते थे, ऐसे विश्वासियों से पौलुस कह रहा है कि तुम्हारे मनों में पवित्र परमेश्वर यीशु मसीह का रूप बनना है। അത് ശരിക്കും സാധ്യമാണോ? അത് क्या ये वाकई में संभव है क्या, मुमकिन है क्या? ഈ ദിവസത്തെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. आज के ही बारे में हम सोचेंगे. 6:45 ഈ മീറ്റിംഗ് തുടങ്ങിയത്. तो 6:45 बजे को ये मीटिंग, ये जो सभा शुरू हुई थी. ഇന്ന് രാവിലെ മുതൽ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് വരെ എത്ര പ്രാവശ്യം ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന വചനം നമ്മുടെ ചിന്തകളിലേക്ക് എത്തിയായിരുന്നു? सुबह से लेकर, आज सुबह से लेकर ये सभा शुरू होने से पहले कितने बार यीशु मसीह का सोच या वचन की सोच हमारे भीतर आई थी, मन में आई थी? ഒന്ന് പരിശോധിച്ച് നോക്കിയാട്ടെ എല്ലാവരും. थोड़ा अपने आप को जांच के देखिए. ഞാൻ പറഞ്ഞത് ബൈബിൾ വായിക്കുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ ഉള്ള സമയമല്ല. അല്ലാതെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ, സഹോദരന്മാര് കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ, സഹോദരന്മാരെ ഡ്രൈവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ എത്ര പ്രാവശ്യം ക്രിസ്തുവാകുന്ന വചനം നമ്മുടെ ചിന്തകളിലേക്ക് എത്തി എന്നുള്ളതാണ്. वचन को पढ़ते समय या प्रार्थना करने के समय का नहीं, हम जब खाली बैठे थे या बहन लोग जब रसोई में खाना वगैरह पका रहे थे, या आप लोग गाड़ी चला रहे थे, या कोई भी दफ्तर के काम कर रहे थे, उस समय यीशु मसीह का सोच या वचन का सोच आपके मन में कितने बार आया होगा? आज सुबह से लेकर ये मंडली या ये सभा शुरू होने से पहले. വളരെ അപൂർവമായിട്ട് മാത്രമേ ദൈവവചനം നമ്മുടെ ചിന്തകളിലേക്ക് വരാറുള്ളൂ. बहुत कम मात्रा में मात्र ही परमेश्वर की वचन की सोच हमारे मन में आती है. അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ വരാറുള്ളൂ. नहीं तो परमेश्वर के बारे में सोच भी कम मात्रा में मात्र हमारे मन में आती है. ഇനി അഥവാ അങ്ങനെ ഒരു വചനം നമ്മുടെ ചിന്തകളിലേക്ക് വന്നാൽ അത് എത്ര സമയം നീണ്ടു നിൽക്കും? तो कहीं भी ऐसे गलती से भी हमारे मन में वचन की सोच हमारे मन में आया तो वो कितने देर तक वहां रुकी रहती है? നമ്മളതൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ചില സെക്കൻഡുകൾ മാത്രമേ നാം ഈ വചനത്തെക്കുറിച്ച് ചിന്തിക്കാൻ സമയമെടുക്കാറുള്ളൂ. यदि हम ध्यान पूर्वक उसको जांचेंगे तो हमें पता लगता है कि हम कुछ ही पल मात्र उस वचन के बारे में सोचने के लिए हमने समय लिया था. പല വിശ്വാസികളിലും അങ്ങനെ ഒരു ചിന്തയെ വരാറില്ല. कई विश्वासियों में ऐसे सोच भी नहीं आती है. ഇനിയും ചില വിശ്വാസികളൊക്കെ വന്നു കഴിഞ്ഞാൽ ചില സെക്കൻഡുകൾ, ചില മിനിറ്റുകൾ മാത്രമേ ആ ചിന്തകൾ നിലനിൽക്കാറുള്ളൂ. और कुछ विश्वासियों में ऐसा सोच आया तो कुछ ही पल के लिए, कुछ ही मिनटों के लिए मात्र अपने मन में बनी रहती है. അതേ സ്ഥാനത്ത് നമ്മുടെ ഭൗതികമായ ചിന്തകളെ കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കിക്കേ. उसी समय आपके मन में आने वाले सांसारिक चीजों की सोच के बारे में थोड़ा आप जांच के देखिए. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ കുറിച്ച് നമ്മൾ മണിക്കൂറുകൾ ചിന്തിച്ചിരിക്കും. कोई भी समस्या यदि हमारे जीवन में है तो उस समस्याओं के बारे में हम घंटों तक सोचते रहते हैं. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? मैं जो बता रहा हूं ये सही है ना? ഇവിടെയാണ് ഒരു മാറ്റം ഉണ്ടാകേണ്ടത്. यही इस क्षेत्र में ही हमें एक बदलावट की जरूरत है. നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. हमारे उस सोच विचार में, मन में एक बड़ा बदलावट होना है. പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നത് ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണമെന്നാണ് എഴുതിയിരിക്കുന്നത്. तो वहां पौलुस ये कहता है कि यीशु मसीह का रूप तुम्हें बनना है. ജീവൻ ഉള്ളത് കൊണ്ടാണല്ലോ ഉരുവാകുന്നത്. ജീവനുള്ളത് മാത്രമേ ഉരുവാകത്തുള്ളൂ. जो जिनमें जीवन है, जिनमें प्राण है, वो मात्र ही रूप ले सकता है.
അപ്പോൾ ജീവൻ ഉള്ളത് കൊണ്ട് ഉരുവായി. जीवन है इसलिए रूप लिया. അതായത് ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവായാൽ എന്ത് സംഭവിക്കും? एक स्त्री के कोख में या गर्भ में एक बच्चा का रूप बन गया तो वो क्या होता है? സഹോദരിമാരാരെങ്കിലും പറഞ്ഞാട്ടെ. कोई बहन लोग बताइए, एक महिला के गर्भ में या कोख में एक बच्चा का रूप, मतलब एक छोटा सा बच्चा का वो रूप बन गया तो उसके बाद क्या होता है? അമ്മമാരായ സഹോദരിമാരും കേൾക്കുന്നില്ലേ? यहाँ कोई भी जो माताएं हैं, ऐसे कोई भी मेरी आवाज को नहीं सुन रहे क्या? ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവായാൽ അത് വളരും. एक माँ की कोख में एक बच्चा का रूप बना तो वो बढ़ते जाता है. 9 മാസം കൊണ്ട് വളർന്ന പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുട്ടിയായി അത് പുറത്തു വരും. 9 महीना, उसको म्यूट करिए. 9 महीना वो बच्चा बढ़कर वो पूरे बढ़ने के बाद वो एक बच्चे की रीति में बाहर आता है. അപ്പോൾ ജീവൻ ഉള്ളത് കൊണ്ടാണ് ആ കുട്ടി അമ്മയുടെ ഉദരത്തിൽ വളരുന്നത്. वो जीवन रखने के कारण ही उसमें जीवन था, इसलिए वो बच्चा माँ की कोख में वो बढ़ता जाता है. പൂർണ്ണ വളർച്ച എത്തിയാൽ പിന്നെ അവൻ അവിടെ ഇരിക്കാൻ സാധ്യമല്ല. वो पूरी रीति से यदि बढ़ गया तो फिर वो बच्चा माँ के कोख में रह नहीं सकता है. അവൻ പുറത്തു വന്നേ മതിയാവൂ. तो उसको कोख से बाहर आना ही होता है. അതുപോലെ ജീവനുള്ള ക്രിസ്തു, ജീവിക്കുന്ന ക്രിസ്തു നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഉരുവായാൽ അത് വളരും, അവൻ വളരാൻ തുടങ്ങും. तो उसी रीति से जीवित यीशु मसीह भी हमारे मन में उनका रूप बन गया तो वो भी बढ़ने लगता है. അപ്പോൾ നമ്മുടെ ചിന്താമണ്ഡലം ക്രിസ്തുവിനാൽ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വചനത്താൽ നിറയപ്പെട്ടാൽ हमारा मन भी यीशु मसीह से या यीशु मसीह के वचन से यदि भरपूर हो गया तो അത് പുറത്തു വരുന്നത് നമ്മുടെ സ്വഭാവമായിട്ടായിരിക്കും, പ്രവൃത്തിയായിട്ടായിരിക്കും. तो वो बाहर हमारे स्वभाव के रीति में, चरित्र के रीति में वो बाहर आता है. അങ്ങനെ സ്വഭാവത്തിൽ കൂടി നമ്മുടെ പ്രവൃത്തിയിൽ കൂടി മറ്റുള്ളവർ ക്രിസ്തുവിനെ നമ്മിൽ കാണാൻ തുടങ്ങും. उस रीति से हमारे चरित्र के द्वारा, हमारे एक एक कामों के द्वारा हम में रहने वाले यीशु को दूसरे देखने लगते हैं. അപ്പോൾ ഇങ്ങനെ ചിന്താമണ്ഡലം ക്രിസ്തുവിന്റെ വചനത്താൽ നിറയപ്പെടണമെങ്കിൽ ബൈബിൾ ഒരു പുസ്തകമായി വീട്ടിൽ ഇരുന്നാൽ കാര്യം നടക്കത്തില്ല. तो इस रीति से हमारा मन, हमारा सोच विचार मसीह से या मसीह वचन से भरपूर होना है तो बाइबल केवल एक किताब की रीति में आपके घर में रहा तो काफी नहीं है. നമ്മളെടുത്ത് ശ്രദ്ധയോടുകൂടി വായിച്ചു പഠിക്കണം. हमें बाइबल को उठाकर बड़े ध्यान पूर्वक उसको पढ़ना है, सीखना है. നമ്മെ സ്പർശിക്കുന്ന വേദഭാഗങ്ങളെല്ലാം ദൈവം നമ്മുടെ ഹൃദയത്തിൽ സ്റ്റോർ ചെയ്യും. हमें स्पर्श करने वाले, हमें छूने वाले सारे आयतों को परमेश्वर हमारे हृदय में वो संचय करके रखेगा. അങ്ങനെ അനുഭവമില്ലാത്തവർ വചനം ഓരോ വാക്യങ്ങൾ കാണാതെ പഠിക്കുക. तो ऐसे यदि आपके जीवन में अनुभव नहीं है तो आप कृपया एक एक आयत को कंठस्थ करें. എന്നിട്ട് ഇങ്ങനെ കാണാതെ പഠിച്ച് നമ്മുടെ ചിന്തകളിലുള്ള വചനം, ഒരു പർട്ടിക്കുലർ വചനം നാം മനഃപൂർവ്വം ഓർമ്മയിലെടുത്ത് ആ വചനത്തെ കുറിച്ച് വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റുക. तो इस रीति से आपने जो आयतों को सीख के या रट कंठस्थ करके रखा है, जब आप बैठे रहते हैं तो आप एक सावधानी पूर्वक या आप खुद
एक इच्छा के साथ वो एक वचन को आपके मन में लाए, उस वचन के बारे में आप ध्यान करते, चिंतन करते रहें। ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹോദരന്മാർ ഡ്രൈവ് ചെയ്യുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ, സഹോദരന്മാർ കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ വചനത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയണം. तो मैंने पहले जैसे बताया कि जो भाई लोग आराम करते रहते हैं या बैठे रहते हैं, या बहन लोग जो रसोई में काम करते हैं, खाना पकाते हैं या ड्राइविंग करते हैं, उस समय भी ये वचन को मन में लाकर इसके ऊपर हमें मनन करना है या ध्यान करना है। ചിന്തകളില്ലാതെ, വിചാരങ്ങളില്ലാതെ ഒരു മനുഷ്യനും ജീവിക്കാൻ സാധ്യമല്ല. कोई भी मनुष्य के सोच या कोई भी विचार के बिना वो जिंदा नहीं रह सकता, जीवित नहीं रह सकता है. ഈ അങ്ങനെ ഉണ്ടാകുന്ന ജഡിക ചിന്തകളെ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കാൻ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. Excuse me. കേട്ടോ പാസ്റ്ററെ? അപ്പോൾ ഈ അങ്ങനെ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഉണ്ടാകുന്ന ജഡിക എന്തോ അങ്ങനെ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഉണ്ടാകുന്ന ജഡിക ചിന്തകളെ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കാൻ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. तो इस रीति से हमारे मन में उठने वाले जो शारीरिक सोच है, उन सोच को यीशु मसीह के साथ क्रूस पर चढ़ाने के लिए बाइबल हमें सिखा नहीं रही है. അതിന് പകരം നാം ചെയ്യേണ്ടത് ജഡീക ചിന്തകളെ തിരിച്ചറിഞ്ഞ് ആ ജഡീക ചിന്തകളെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കാൻ നമുക്ക് കഴിയണം. तो उसके बदले हमें क्या करना है? हमारे इस शारीरिक सोच को, उस विचारों को या लालसाओं को जानकर हमें यीशु मसीह की आज्ञाकारिता के लिए पकड़ के उसको अधीन बनाना है, कैद करना है. ഇത് വളരെ വിശദമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ये बड़े गहन रीति से समझने का एक बात है. ये ഇന്ന് രാത്രിയിലും നാളെയുമായി എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഒന്ന് പരിശോധിക്കുക. आज और कल भी मेरी आवाज को सुनने वाला थोड़ा अपने आप को जांचिए. ഒരു ദിവസം ഏതുതരം ചിന്തകളാണ് എന്റെ ഉള്ളിലേക്ക് കൂടുതൽ വരുന്നതും ഏത് വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നതെന്നും. एक एक दिन मेरे मन में कौन सी विषय का सोच सबसे ज्यादा आती है और किस विषय पर मैं ज्यादा सोचता हूं. നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളാണോ? क्या हमारे भविष्य के प्रति सोच है? क्या ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളാണോ? हमारे भविष्य के बारे में सोच है? क्या കുറിച്ചുള്ള ചിന്തകളാണോ? हमारे परिवार के प्रति सोच है? क्या നമ്മുടെ കുടുംബത്തെ കുറിച്ചുള്ള ചിന്തകളാണോ? हमारे परिवार के प्रति, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില് നമ്മുടെ ശാരീരിക സ്ഥിതിയെ കുറിച്ചുള്ള ചിന്തകളാണോ? क्या हमारे शारीरिक बातों के प्रति हमें ज्यादा सोच है? क्या അതോ ആകുലതകളാണോ നമ്മുടെ ചിന്ത, അല്ലെങ്കിൽ വറീസ് ആണോ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്? क्या ज्यादा चिंताएं हमारे मनों में भरा हुआ है? क्या ഇതൊന്ന് പരിശോധിച്ചൊന്ന് തിരിച്ചറിയണം നമ്മൾ. इन बातों को जांच कर हमें इन बातों को समझना है. ഞാൻ പറഞ്ഞതിൽ ഏത് തരം ചിന്തകൾ വന്നാലും അവിടെയെല്ലാം ആ ചിന്തകളെ മാറ്റിയിട്ട് ദൈവവചനത്തെ കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. मैंने जो बातों को बताया है, ऐसे कोई भी सोच यदि हमारे मन में आता है तो उन सारे सोचों को वहां से अलग करके परमेश्वर के बारे में और परमेश्वर का वचन का सोच वहां हमें डालना है और उसको हमें प्रशिक्षण लेना है. ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മുടെ ഭാവിയെ കുറിച്ചോ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ആകുലതകളുടെ ചിന്തകളാണ് നമ്മൾ എപ്പോഴും വരുന്നതെങ്കിൽ, यदि उदाहरण के लिए हमारे भविष्य के बारे में या हमारे बच्चों के भविष्य के बारे में ऐसे हमें परेशान करने वाले चिंता की बातें यदि हमारे मन में आती है, तो
പെട്ടെന്ന് ഈ വാക്യം നമ്മൾ ചിന്തിക്കാൻ തുടങ്ങണം, പറയാൻ തുടങ്ങണം. അതായത് ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന വാക്യം പെട്ടെന്ന് നമ്മൾ ചിന്തിക്കാനും പറയാനും തുടങ്ങണം. ओके, आगे जो आयत को हम पढ़ने जा रहे हैं उस आयत को हम बोलना है और उसके बारे में हम मनन करना है. 1 പത്രോസ് 5:7 നാം ഇങ്ങനെ വായിക്കുന്നു. पहले पत्रस 5वें अध्याय उसके 7वें आयत में हम ऐसा पढ़ते हैं, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ और इसलिए कि तुम अपनी सारी चिंता उसी पर डाल दो क्योंकि उसको तुम्हारा ध्यान है. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ वो तुम्हारे ध्यान रखता है. ആകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ ഇട്ടുകൊള്ളുവീൻ. अपनी सारी चिंता उसी पर डाल दो क्योंकि उसको तुम्हारा ध्यान है. അല്ലെങ്കിൽ എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണമേ. ഈ നെറ്റ്വർക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുക. तो सभी लोग कृपया प्रार्थना करते रहिए कि ताकि ये नेटवर्क में कोई समस्या ना हो, क्योंकि मैं महत्वपूर्ण बातों को अभी बता रहा हूँ. सभी लोग कृपया प्रार्थना करते भी रहिए. അപ്പോൾ ഇവിടെ വചനം പറയുന്നു സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളാൻ. तो यहाँ ये बता रहा है कि आपकी सारी चिंताओं को उस पर डाल दो. അപ്പോൾ ഇങ്ങനെ പല നമ്മളെ ധൈര്യപ്പെടുത്തുന്ന പല ബൈബിളിലുണ്ട്. हमें ऐसे हमारे हियाव को बढ़ाने वाले कई सारे वचन बाइबल में हैं. അപ്പോൾ ഇത് നമ്മൾ അറിയണമെങ്കിൽ നാം ബൈബിൾ വായിച്ച് ഇതെല്ലാം കാണാതെ പഠിക്കണം. तो ऐसे आयत है, ये जानकारी हमें मिलना है तो हमें बाइबल जरूर पढ़ना है और इन बातों को, इन वचनों को कंठस्थ करना है. വചനവുമായി നല്ല ബന്ധമുള്ളവരായിരിക്കണം നമ്മൾ. हम वचन के साथ अच्छे रिश्ता रखने वाले होने चाहिए. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇങ്ങനെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ ചിന്തയിലേക്ക് വരികയുള്ളൂ. तो ऐसा परमेश्वर के वचन के साथ अच्छी रिश्ता है तब मात्र ही ऐसे वचन हमारे मन में आती है. പെട്ടെന്ന് ഈ വചനത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുക. तुरंत इस वचन के बारे में आप सोचना शुरू कर दे. എന്തായിരിക്കാം അതിന്റെ അർത്ഥം? ऐसा सोचना है कि इस आयत का अर्थ क्या हो सकता है. അവിടെ പറയുന്നു അവൻ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. वहां ये बता रहा है कि परमेश्वर हमारी ध्यान रखता है. അതുകൊണ്ട് വചനം പറയുന്നു സകല ചിന്താകുലവും അങ്ങോട്ടും കൊടുത്തേക്കാൻ. तो इसलिए वचन कहता है कि सारी चिंताओं को उसी पर डाल दो. നമ്മൾ ഈ ചിന്തകളുമായി ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. तो हम इन सारे चिंताओं के साथ जीने से कोई फायदा नहीं है. നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, जब हमारी ध्यान रखने वाला एक परमेश्वर हमारे साथ है, അപ്പൊ കർത്താവിനോട് പറയുക, കർത്താവ് എനിക്ക് വയ്യ ഇനി ഇങ്ങനെയുള്ള ചിന്തകളുമായി നടക്കാൻ, ഞാൻ ഇത് അങ്ങോട്ടങ്ങ് തരികയാണ്. तब परमेश्वर से बताना, प्रभु इन सारे चिंताओं को लेकर जाना मुझसे मुमकिन नहीं है. ये सारी चिंताओं को मैं आप पर डाल रहा हूं. എന്നിട്ട് നാം സ്വതന്ത്രരായി ജീവിക്കാൻ പഠിക്കണം. उसके बाद ये सारी चिंताओं को डालने के यीशु पर डालने के बाद हम आजाद जीवन बिताने के लिए सीखना है. അപ്പോൾ അങ്ങനെ ആകുലതയുടെ ചിന്തകൾ വരുമ്പോൾ ഈ വചനം ഓർമ്മ വരികയും, ऐसे हमें परेशान करने वाली चिंता जब हमारे मन में आती है तो ये वचन हमारे मन में आना है. ഈ വചനം നാം യഥാർത്ഥമായി ആഴത്തിൽ മനസ്സിലാക്കിയിട്ട് ആകുല ചിന്തകളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ നാം പഠിക്കുകയും വേണം.
और इस वचन को स्पष्ट रीति से समझने के बाद हमारी सारी चिंताओं को यीशु पर डालने के लिए भी हमें सीखना है। ഞാൻ സാധാരണ ചെയ്യുന്നത് കുറച്ചു നേരം ഈ വചനത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കും, പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഉറക്ക വായിക്കും, പിന്നെ കാണാതെ വായിക്കും, പിന്നെ ഞാൻ ചിന്തിക്കും, പിന്നെ ഉറക്ക വായിക്കും. പല രീതിയിൽ ഞാൻ ഈ വചനത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കും. तो मैं इस वचन को ऐसा करता हूँ, बहुत बार मेरे जीवन में ऐसा करता हूँ। इस वचन को पहले मैं पढ़ता हूँ, उसके बाद मैं ऊंचे आवाज से इसको बोलता हूँ, बाद में बिना देख के फिर एक बार इस वचन को बोलता हूँ, फिर मैं पढ़ता हूँ। ऐसे कई तरीकों से मैं इस वचन को मेरे मन में बिठाने की कोशिश करता हूँ। ആ വചനത്തിൽ കൂടി ദൈവം എന്താണ് എന്നോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ വ്യക്തമായിട്ട് അങ്ങ് മനസ്സിലാക്കും. उसके बाद इस वचन के द्वारा परमेश्वर मुझसे क्या बताने जा रहा है, उस बात को मैं भलीभांति समझ पाता हूँ। മത്തായി സുവിശേഷം 6:27 നാം ഇങ്ങനെ വായിക്കുന്നു. मत्ती सुसमाचार 6वें अध्याय और उसके 27वें आयत में हम ऐसा पढ़ते हैं, വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾക്ക് ആർക്ക് കഴിയും? तो ऐसा लिखा है कि तुम में कौन है जो चिंता करके अपनी आयु में एक घड़ी भी बढ़ा सकता है। അപ്പോൾ ഏത് വിഷയത്തെ കുറിച്ചാണോ നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല, അതിനെ ആ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് കഴിയത്തില്ല. तो कौन सी विषय के ऊपर हम चिंता कर रहे हैं, उस विषय के बारे में चिंता करने से कोई प्रयोजन नहीं, और इतना ही मात्र नहीं, ये चिंता करने के कारण हम उस समस्या का परिहार भी हम प्राप्त नहीं करते। പരിഹാരം വേണ്ടത് ഏത് വിഷയത്തിലും പരിഹാരം തരാൻ കഴിയുന്ന ദൈവകരങ്ങളിലേക്ക് ആ വിഷയം കൊടുക്കുക. तो करना इतना ही है कि किसी भी विषय क्यों ना रहे, किसी भी समस्या क्यों ना रहे, उस समस्या को हल करने का सामर्थ्य परमेश्वर के हाथों में उस समस्या को, चिंता को सौंप दे। ഓക്കെ, ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് നാളെ ചിന്തിക്കാം. इसके बाकी विषयों को हम कल इसका मनन करेंगे, सोचेंगे, കാരണം അത് പെട്ടെന്ന് പറഞ്ഞു പോയാൽ ശരിയാവത്തില്ല. क्योंकि मैं यदि बड़े तेजी से इन बातों को बताते जाऊंगा तो किसी को भी उसका प्रयोजन नहीं होगा। അപ്പോൾ ഇതുവരെ മെസ്സേജ് കേട്ടവർ ചെയ്യേണ്ടത് ഏത് തരം ചിന്തകളാണ് നമ്മളിൽ ഒരു ദിവസം ഉളവാകുന്നതെന്ന് ഒന്ന് പരിശോധിച്ച് മനസ്സിലാക്കി വെക്കുക. अभी तक मेरे संदेश को जो सुन रहे थे, वे इतना करना है कि हमारे मन में किस तरह की सोच आती है उसको थोड़ा सोचना है। ഏത് വിഷയത്തെ കുറിച്ചാണോ നാം ഭാരപ്പെടുന്നത്, ആ വിഷയത്തിന് ഒരു പരിഹാരം തരാൻ കഴിയുന്ന ദൈവവചനം നമ്മുടെ അകത്തുണ്ടോ എന്നും പരിശോധിക്കുക. कौन सी समस्या पर, कौन सी बात पर हम ज्यादा चिंता करते हैं, उस बात पर हमें समस्याओं का हल करने वाले परमेश्वर के वचन, या हमें वहां प्रोत्साहित करने वाला परमेश्वर का वचन हमारे मन में है क्या, इस बात को भी जांचना है। അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു പരിഹാരം തരുന്ന വചനമില്ലെങ്കിൽ ആ വചനം വേറെ ആരോടും ചോദിക്കാതെ നമ്മൾ തന്നെ ബൈബിളിൽ നിന്നും കണ്ടുപിടിക്കുക. तो ऐसा एक वचन, मतलब उस समस्या के संदर्भ में हमें जो सांत्वना देने वाला कोई भी वचन हमारे मन में नहीं है तो किसी से पूछना नहीं, परंतु बाइबल में ढूंढ कर आप खुद उस वचन को ढूंढ पाना है और आपके मन में रखना है। അങ്ങനെ ഒരു വചനം കിട്ടുന്നത് വരെ പരതിക്കൊണ്ടേ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. ऐसा एक वचन जब तक नहीं मिलता है तब तक बाइबल में उस वचन को ढूंढते ही रहना है। ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ഏത് വിഷയത്തിന്മേലാണോ നമ്മൾ ആകുലരായിരിക്കുന്നത് അതിന് പരിഹാരം തരുന്ന തക്ക വചനം ദൈവം നമുക്ക് തരും. तो मैं एक बात को आपको यकीन दिला सकता हूं, कौन सी समस्या, कौन सी चिंता आपको सता रही है, उस चिंता पे आपको सांत्वना देने वाले वचन को जरूर परमेश्वर आपको प्रदान करेंगे। ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം ബൈബിളുമായി നല്ലൊരു ബന്ധത്തിലേക്ക് നാം വളരണം. तो मैं ये बताने का मतलब ये है कि हमें परमेश्वर का वचन बाइबल के साथ एक अच्छे रिश्ते में आगे बढ़ना है। ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി എല്ലാ ദിവസവും രാവിലെ വാട്സാപ്പിൽ ബൈബിൾ വാക്യങ്ങൾ അയക്കുന്നുണ്ട്.
मैं कुछ सालों से व्हाट्सएप में लगातार प्रतिदिन आयतों को मैं भेजता रहता हूँ। മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ അയക്കേണ്ടുന്ന വചനം ഒരു വാക്യം കിട്ടിയാൽ ഞാൻ 3 വാക്യങ്ങളുടെ ഒരു സെറ്റായിട്ടാണ് അയക്കുന്നത്. मैं प्रतिदिन 3 आयतों का एक झुंड को मैं हमेशा भेजता हूँ. അപ്പൊ മിക്കവാറും ദിവസങ്ങളിൽ ഒരു വാക്യം കിട്ടിയാൽ ബാക്കി 2 വാക്യങ്ങൾ കൂടെ പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ വരും, അല്ലെങ്കിൽ ദൈവം കാണിച്ചു തരും. तो कई दिनों में ऐसा होता है कि उस दिन कौन सी आयत को भेजना है, उस एक आयत मुझे मिला तो उससे रिश्ता रखने वाले, नाते रखने वाले 2 आयत भी मेरे मन में अपने आप आ जाती है. അത് അങ്ങനെ ഞാൻ അയക്കുന്ന വാക്യങ്ങൾ അനേകർക്ക് പ്രയോജനകരമായി കൊണ്ടിരിക്കുന്നു. तो उस रीति से मैं जिन आयतों को भेजता हूँ वो आयत बहुत सारे लोगों के जीवन में प्रयोजनकारी भी बन रही है. അപ്പോൾ വചനവുമായി ഒരു നല്ല ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ സാധിക്കുകയുള്ളൂ. तो वचन के साथ ऐसे अच्छी एक रिश्ता हमारे जीवन में है, तब मात्र ये संभव होता है. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുന്നതിന് വേണ്ടി ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. तो ऐसे एक वचन के साथ एक गहरे रिश्ते के लिए चाहत रखे और परमेश्वर से प्रार्थना करें. നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. हम अपने आंखों को बंद करेंगे और हम प्रार्थना करेंगे. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. प्रभु, हमें जो अच्छे वचन सुनाया, इन वचनों के लिए धन्यवाद करते हैं. പൗലോസിന് ലഭിച്ചതുപോലെ, അപ്പോസ്തലന്മാർക്ക് ലഭിച്ചതുപോലെ വ്യക്തിപരമായ ഒരു വെളിപ്പാട് ഞങ്ങൾക്ക് നൽകണമേ. प्रभु, प्रेरितों को और विशेष करके पौलुस को जो व्यक्तिगत प्रकाशन मिला था, उस रीति से हमें भी परमेश्वर के बारे में एक स्पष्ट प्रकाशन दे. അങ്ങേ അല്പം കൂടി അടുത്തറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നപ്പാ. प्रभु, आपको और घनिष्ठता से जानने के लिए हम चाहते हैं. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളിൽ വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആഴങ്ങളെ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. पवित्र आत्मा, आप हमें वास करते हुए परमेश्वर की उन गूढ़ बातों को आप जांच रहे हैं. അങ്ങ് ആരായുന്ന ആഴങ്ങളെ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ. आप जिन गूढ़ बातों को जांचते हैं, उन बातों को आप कृपया मुझे भी प्रकट करें. ദൈവവചനം ശക്തിയുള്ളതാണെന്ന് വ്യക്തിപരമായി തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കണമേ. परमेश्वर का वचन सामर्थी है, इस बात को व्यक्तिगत रीति से जानने के लिए भी आप हमें सहायता करें. ദൈവവചനത്തിന്റെ ശക്തി ഞാൻ വ്യക്തിപരമായി തിരിച്ചറിഞ്ഞിട്ട് അത് മറ്റുള്ളവർ കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നെ സഹായിക്കണമേ. परमेश्वर, आपके वचन के सामर्थ्य को मैं व्यक्तिगत रीति में अनुभव करने के बाद दूसरों को भी देना चाहता हूं, आप मेरी मदद करें. എന്നെ കുറിച്ചുള്ള അങ്ങയുടെ ഹിതം തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കണമേ. मेरे प्रति आपकी जो प्रभु इच्छा है, उस इच्छा को समझने के लिए आप मेरी सहायता करें. അങ്ങയുടെ ഹിതപ്രകാരം आपकी इच्छा के अनुसार इस्तेमाल होने के लिए मैं चाहता हूं, आप कृपया मुझे मेरी सहायता करें. ഇന്നത്തെ വചന ശുശ്രൂഷ എനിക്ക് അനുഗ്രഹമായി മാറ്റിയതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു കർത്താവേ. आज के वचन की सेवकाई मेरे लिए आशीष का कारण बनाया, इसलिए मैं आपका धन्यवाद करता हूं. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. हम सबको आपने आशीषित किया, इसके लिए धन्यवाद करते हैं. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. प्रार्थना सुना, इसलिए धन्यवाद करते हैं. आपके पुत्र यीशु नासरी के नाम से मांगते हैं. आमीन. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ജേക്കബാസിന് പ്രത്യേകം നന്ദി. അപ്പം ഇന്നലെ സഹോദരി ചോദിച്ച ആ ആൻസറിലേക്ക് പൂർണ്ണമായിട്ടും വരാൻ കഴിഞ്ഞില്ല. നാളെ നമുക്കത് വിശദമായി ചിന്തിക്കാം. प्रभु आप सभी को आशीषित करें. परसों के